അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഡ്രോയിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് ഗൾഫിലെ ഡ്രോയിങ് എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാം. അവിടെ ഒരു മജ്ലിസിന്റെ വർക്കാണ് നമ്മളിപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്ക്രീനൊക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ ആണ് സർ. അപ്പോൾ ഇതാണ്. ഓക്കെ, ശരി. അൺമ്യൂട്ട് ചെയ്തോളണേ, കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അൺമ്യൂട്ട് ചെയ്യണേ. അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ശരിക്ക് ഒരു ഡ്രോയിങ് ആണ്. എപ്പോഴും ഗൾഫ് ഡ്രോയിങ്ങിന്റെ ഇത് എപ്പോഴും അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഡ്രോയിങ് റീഡ് ചെയ്യാൻ അറിയാവോ എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് അവരുടെ സൈഡ് പ്ലാൻ. അപ്പോൾ ഈ സൈഡ് പ്ലാനിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഈ നീല കളറിൽ കാണിച്ചേക്കുന്നത് അവരുടെ ഒരു കോമ്പൗണ്ട് വാളാണ്. അപ്പോൾ ഇതൊരു കോമ്പൗണ്ട് വാളുണ്ട്. ആ കോമ്പൗണ്ട് വാൾ ചേർത്തിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഔട്ട് ഹൗസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഒരു ഔട്ട് ഹൗസ് ചെയ്തു. അപ്പോൾ കോമ്പൗണ്ട് വാൾ നിൽപ്പുണ്ട്, അതിനോട് ചേർത്തിട്ട് ഭിത്തി കെട്ടി ഒരു ഔട്ടർ വാൾ ചെയ്തിട്ട്. അപ്പോൾ ഈ രണ്ട് വാളാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കോമ്പൗണ്ട് വാള് നീല കളറിൽ കണ്ടിട്ടുണ്ട്. ആ കോമ്പൗണ്ട് വാൾ അവിടെ നിൽക്കുന്നു. രണ്ടാമതായിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ഭിത്തി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ കെട്ടുന്നുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്ന ഭിത്തി. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ഭിത്തി കെട്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ നിന്ന് അത് കഴിഞ്ഞ് ഇവിടെ കൂടെ ഇങ്ങനെയും ഒരു വാള് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബിൽഡിംഗ് നിപ്പുണ്ട്, ഒരു കോമ്പൗണ്ട് വാളിക്ക് തന്നെ നിപ്പുണ്ട്, അതിനോട് ചേർത്തിട്ട് നമ്മൾ ഒരു ഔട്ട് ഹൗസ് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ തന്നേക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ഒരു ഗൾഫ് ഡ്രോയിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇവിടവുമായിട്ടുള്ള ആദ്യത്തെ ഒരു പ്രത്യേകത, ഇവിടെ നോക്കിയാൽ EL 3+3.80 TOP എന്ന് പറഞ്ഞു. കണ്ടോ, ഇവിടെ എത്ര എഴുതിയിരിക്കുന്നു? EL 3+3.30 FFL. ഇവിടെയും EL 3.80. ഇവിടെ ഇതൊക്കെ തന്നെ. ഇത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മളിവിടെ മീൻസ് സീ ലെവൽ എന്ന് പറയുന്ന കണക്ക് അവർ ഇത്ര ഹൈറ്റിന് വേണം നിങ്ങൾ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 0 ലെവല് അവരവിടെ നിന്ന് തരും. ആ 0 ലെവല് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ അവിടെ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഹൈറ്റ് കറക്റ്റ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, നമുക്കിപ്പോൾ റോഡൊക്കെ ഉണ്ടെങ്കിൽ അതിന്ന് ഒരു ലെവൽ അവർ തരും. ആ ലെവൽ വരെ നമ്മൾ പൊക്കിയിട്ട് അല്ലെങ്കിൽ താത്തിയിട്ട് ആ ലെവലിൽ നിന്ന് വേണം പിന്നീട് നമ്മൾ ഹൈറ്റ്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയും ഞാൻ പറഞ്ഞത് എന്താണ്. ഒന്നും കൂടെ നോക്കാം. അതായത് നമുക്കിവിടെ ബേസ്മെന്റിന്റെ ഹൈറ്റ് ഒക്കെ നമുക്ക് ഇഷ്ടമായ രീതിയിൽ അവർക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഈ എലിവേഷൻ ആയിട്ട് ഇവർ ഇവിടെ തന്നേക്കുന്നത്. ഈ എലിവേഷൻ തന്നേക്കുന്നതിന്റെ ഈ ലെവലാണ് 0 ആയിട്ട് ഇവർ തന്നേക്കുന്നത്. കണ്ട ഈ സൈറ്റ്. എന്നിട്ട് ഈ എലിവേഷനിലോ സെക്ഷനോ ഈ ഫൗണ്ടേഷന്റെ ഹൈറ്റ് എത്രയെന്ന് അവർ തരത്തില്ല. പകരം ഇവിടെ EL 15 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ഈ 0 ലെവലിൽ നിന്നും 15 സെന്റിമീറ്റർ പൊക്കിയായിരിക്കണം നമ്മൾ ഇതിന്റെ ബേസ്മെന്റിന്റെ ഫ്ലോർ, അതായത് ബേസ്മെന്റിന്റെ നമ്മുടെ വീടിന്റെ ഫ്ലോർ ചെയ്ത് തീർക്കാൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾ നോക്ക്. അടുത്തതായി ഇവിടെ എഴുതിയേക്കുന്നതാണ് EL 3.30. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 0 + 3.30 മീറ്റർ. അതായത് അവർ തന്ന ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് 0 ആണ്. ആ 0യിൽ നിന്നും 3.30 ഉയർത്തി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ബിൽഡിങ്ങിന്റെ ഈ ഒരു ചെയ്യാൻ. ഇത് നമ്മൾ ആ ബിൽഡിങ്ങിന്റെ പാരപ്പറ്റാണ്. അവിടെ എത്ര എഴുതിയിട്ടുണ്ട്? 3.80. അങ്ങനെയാണെങ്കിൽ പാരപ്പറ്റിന്റെ പൊക്കം എത്ര? അതായത് 380 - 330. അപ്പൊ 50 സെന്റിയാണ് ഈ പാരപ്പറ്റിന്റെ ഹൈറ്റ്. ഇതാണ് നമ്മൾ ആകെ പഠിച്ചിരിക്കേണ്ട ഒരു വ്യത്യാസം നമ്മുടെ ഇവിടുത്തെ ഡ്രോയിങ്ങും അവിടുത്തെ ഡ്രോയിങ്. അതായത് സെക്ഷനിലോ മറ്റു സ്ഥലത്തോ ഒന്നും തന്നെ ഇവര് എത്ര ഹൈറ്റ് എന്ന് പലപ്പോഴും തരാറില്ല. പകരം ഇതുപോലുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും തരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ എലിവേഷൻ. അപ്പൊ എലിവേഷൻ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, 2 എണ്ണം 3 എണ്ണം 4 എണ്ണം ഒക്കെ തരും. അപ്പൊ ഇത് തന്നേക്കുന്ന റിയർ എലിവേഷൻ, ഇത് നമുക്ക് തന്നേക്കുന്ന ഫ്രണ്ട് എലിവേഷൻ. അപ്പൊ ഇവിടെ എല്ലാം തന്നെ ഇവർ ഈ ഹൈറ്റ് എഴുതും. ഇനി നമുക്കൊന്ന് സെക്ഷൻ നോക്കാം. സെക്ഷനിലും ഇവരെന്ത് ചെയ്തിട്ടില്ല, പലപ്പോഴും ഈ എലിവേറ്റഡ് ഹൈറ്റ് ആണ് ഏറ്റവും പ്രാധാന്യം.
ആ എലിവേറ്റഡ് ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്തോളാം, ഇത് സെറ്റ് ചെയ്തു. ഇപ്പൊ റൂഫ് സ്ലാബിന്റെ കനമൊക്കെ തരുമ്പോൾ ഇത്ര എലിവേറ്റഡ് ഹൈറ്റിൽ നിർത്തുന്നു എന്ന് പറയും. അപ്പോൾ പഴയതിൽ നിന്നും പുതിയത് കുറയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്ന റൂഫ് സ്ലാബിന്റെ ഹൈറ്റ്. ഈ ഒരു വ്യത്യാസം ഓക്കെ ആണോ? അപ്പൊ എന്താണ് എലിവേറ്റഡ് ഹൈറ്റിന്റെ പ്രത്യേകത? എന്താണ്? നമുക്ക് അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ലെവല് ഫിക്സ് ചെയ്ത് തരും. ആ ലെവല് നമ്മുടെ ആ പ്ലോട്ടിലെ എല്ലാത്തിൻ്റെയും 0 ആക്കി എടുത്തു. എന്നിട്ട് അതിൽ നിന്നായിരിക്കും നമ്മൾ ഹൈറ്റ് കൂട്ടിയെടുക്കുക. അപ്പൊ ഇവിടുത്തെ ബേസ്മെന്റിന്റെ ഹൈറ്റ് എത്രയെന്ന് പറയാമോ ആർക്കെങ്കിലും? ഈ ബിൽഡിങ്ങിലെ ബേസ്മെന്റിന്റെ ഹൈറ്റ് എത്ര? 0 plus 15 centimeter. ഓക്കെ, 15 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? അപ്പോൾ റീഡ് ചെയ്യുക എന്ന് പറയുന്നതിലെ ഫസ്റ്റ് പാർട്ട് ഇതാണ്. ഈ എലിവേറ്റഡ് ഹൈറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഹൈറ്റ് എത്രയെന്ന് പറയാൻ പറ്റും. ഇത് അവരുടെ ഒരു റൂളാണ്. ഇനി ഇതാ ഇപ്പൊ ഇവിടെ നോക്കുക, ഈ ഒരു അടുത്തൊരു ബിൽഡിംഗ് നമുക്ക് നോക്കാം. ഇവിടെ എത്ര എലിവേറ്റഡ് ഹൈറ്റ്? അവിടുത്തെ ബേസ്മെന്റിന്റെ ഹൈറ്റ് എത്ര? 0 plus 0.45. 45 centimeter. 45 സെന്റിമീറ്റർ. ഇനി നോക്ക്, നമുക്കിവിടെ റൂഫ് സ്ലാബിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാ? ഇത് എത്ര എഴുതിയേക്കുന്നേ? 6 meter. 6 മീറ്റർ. ഇനി ഇതെത്ര? 6.5. അപ്പൊ പാരപ്പറ്റിന്റെ പൊക്കം 50 സെന്റി എന്ന് നമ്മൾ വായിച്ചു. ഇതാണ് ഇവർ പറയുന്നതിന്റെ വ്യത്യാസം. ഓക്കെ ആണല്ലോ? അപ്പൊ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടി നമുക്ക് അവിടത്തേക്ക് പോകാം, സൈറ്റ് പ്ലാനിലേക്ക് പോകാം. സൈറ്റ് പ്ലാൻ കണ്ടു പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്തേക്ക്. അപ്പൊ സൈറ്റ് പ്ലാനില് ഇവിടെ ഇപ്പോ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്ക്. ഇവിടെ ഇതാണ് നമ്മുടെ റൂഫിന്റെ പൊക്കം. എന്താണ് എഴുതിയിരിക്കുന്നു? റൂഫ് എത്ര പൊക്കത്തിലാണ് ചെയ്തേക്കുന്നത്? റൂഫിന്റെ ഹൈറ്റ് എത്ര? 3.30. ഓക്കെ, അപ്പൊ 3.30 ആണ് നമുക്ക്. എവിടെ നിന്ന്? നമ്മൾ സാധാരണ പറയുമ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്തൊക്കെയായിരുന്നു? എവിടെ നിന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതിന്റെ മുകളിൽ നിന്നായിരുന്നു നമ്മൾ പറഞ്ഞു, ബേസ്മെന്റിന്റെ മുകളിൽ പറഞ്ഞു. ഇവർ പറയുന്നത് എവിടെ നിന്നാണ്? 0-യിൽ, അതായത് ഗ്രൗണ്ടിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇവിടത്തെ പാരപ്പറ്റിന്റെ പൊക്കം എത്രയെന്ന്? ഈ ഒരു പിക്ചർ വെച്ചുകൊണ്ട് തന്നെ പാരപ്പറ്റിന്റെ പൊക്കം എത്ര? ഈ ഇതിന്നും, അതായത് നമ്മുടെ റൂഫ് സ്ലാബിൽ നിന്നും എത്ര പൊക്കിയാണ് പാരപ്പറ്റ് ചെയ്തത്? 50 centimeter. 50 സെന്റിമീറ്റർ. ഇത്രയും. അതായത് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കുറെ കൂടെ ഈസി ആയിട്ടാണ് നമുക്കിത് പഠിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? പരിചയപ്പെടണം. അപ്പോ നമുക്കിത് ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ പറയാമോ? അത് എവിടെ നിന്നാണ്? ഇത്രേ ഉള്ളൂ. നമ്മളൊരു ബിൽഡിംഗ് ചെയ്യുന്നു, ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവരെന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാനൊന്ന് വായിച്ചുതരാം. ഒന്ന് ജസ്റ്റ് ഞാനിവിടെ ഒരു പടം വരയ്ക്കാം, ക്യാൻഡിൽ വരയ്ക്കാം. നോക്കുക, നമ്മളിപ്പോ ഇവിടെ ഇതാണ് ഇവർ ഒരു ഗ്രൗണ്ട് ലെവൽ ഇവരിങ്ങനെ ഫിക്സ് ചെയ്ത് തരും. യഥാർത്ഥത്തിൽ ചിലപ്പോ നമ്മുടെ ഈ പ്ലോട്ടിന്റെ ഗ്രൗണ്ട് ലെവലൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം കിടക്കുന്നത്. പക്ഷെ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്രൗണ്ട് ലെവൽ ഫിക്സ് ചെയ്ത് തരും. ആ ഗ്രൗണ്ട് ലെവല് ഇത്ര RL എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ തരുന്നത്. അപ്പൊ ഇതാണ് ഇവിടത്തെ GL ആയിട്ട് ഇവർ തരും. ഈ GL ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ മീൻ സീ ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ, പ്ലാറ്റ്ഫോമിലെല്ലാം ബോർഡിൽ എഴുതിയിട്ടുണ്ടോ? അതുപോലെ ഇവരിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലെവൽ ഫിറ്റ് ചെയ്ത് തരും. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? 0 എന്ന്. ഇനി ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ബേസ്മെന്റ് കെട്ടി, ഇങ്ങനെ ഒരു ബേസ്മെന്റ് കെട്ടിക്കഴിഞ്ഞാൽ, ഞാൻ കാഡിൽ വരയ്ക്കാം. ബേസ്മെന്റ് കെട്ടിക്കഴിഞ്ഞാൽ ആ ബേസ്മെന്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, കാഡിൽ വരയ്ക്കാം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്ത്, ഓക്കെ, ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതാണ് എന്റെ ലൈനായിട്ട് തന്നെ. ഇതാണ് ഞാൻ എന്ത് പറയുന്നത്? 0 ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്.
ഓക്കെ. അപ്പൊ നമ്മുടെ റോഡോ അല്ലെങ്കിൽ നമ്മുടെ പ്ലോട്ടോ ഒക്കെ ഈ താഴ്ന്ന് കിടക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇത്രയും ഹൈറ്റിന് ഞാൻ എന്ത് ചെയ്യുന്നു, മണ്ണിട്ട് വെക്കും. എന്നിട്ട് ഞാൻ 0 ലെവല് ഇവർ ഫിക്സ് ചെയ്തു. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ. ഇനി ഈ ഹൈറ്റിൽ നിന്ന് വേണം ഏത് ബിൽഡിംഗ് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർമിറ്റ് തരുമ്പോഴേ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും ഇവിടത്തെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയെന്ന് പറഞ്ഞു, 3.30 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിൽഡിംഗ് കെട്ടുമ്പോൾ ഇവിടെ നിന്ന് 3.30 പൊക്കി വേണം എന്റെ ബിൽഡിങ്ങിന്റെ റൂഫ് സ്ലാബിന്റെ ടോപ്പ് വരെ വരാൻ. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. ഇനി ഇവരിവിടെ പാരപ്പറ്റ് പറഞ്ഞിട്ടുണ്ട് 3. ഒന്നുകൂടെ ഞാൻ വലുതാക്കാം, അതുകൂടെ വലുതാക്കാം. ത്രീ 3.30 അപ്പോൾ ഇവിടത്തെ ഇത് റൂഫ് സ്ലാബ് ഞാൻ എത്രയിൽ വാർത്തുകൊള്ളണം? നിങ്ങൾ പറയും, എത്രയിൽ വാർത്തുകൊള്ളണം? 3.30 വാർത്തു. അടുത്ത് 3.80 ആയിരിക്കണം എന്റെ പാരപ്പറ്റിന്റെ ടോപ്പ് എന്ന് എനിക്ക് പെർമിറ്റ് തന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഇത് എവിടെ നിന്നായിരിക്കണം? ഇതാണ് എന്റെ 0 ലെവലെങ്കിൽ ഈ 0 ലെവലിൽ നിന്ന് ഞാൻ പിടിക്കുമ്പോൾ ടോട്ടലി ഈ 3.80 വരാവും. കണ്ടാ? ക്ലിയർ ആയോ? ഇനി എനിക്ക് അടുത്തൊരു നിലയുണ്ടെങ്കിൽ അതിന്റെ ഹൈറ്റ് ഇവിടെ തന്നെ ഇപ്പൊ 6 മീറ്റർ എന്ന് പറഞ്ഞിട്ട് അടുത്തതിന്റെ റൂഫ് സ്ലാബ് വാർക്കണം എങ്കിൽ ഞാൻ ഈ തന്ന 0 നിന്ന് വേണം അതിന്റെ ടോപ്പ് വരെ 6 മീറ്റർ. അപ്പോ നമുക്ക് തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അവര് ഫിക്സ് ചെയ്ത് തന്ന ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ആണ് തന്നേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ഒന്നുകൂടെ അവരുടെ ഡ്രോയിങ്ങിലേക്ക് പോകാം, അവരുടെ സെക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. നോക്കാം. അവരുടെ സെക്ഷനിലേക്ക് ഒന്ന് പോവാം. നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കാം, ഇതാണ് ഇവരിവിടെ തന്നേക്കുന്ന സെക്ഷൻ. അപ്പൊ സെക്ഷനിൽ എന്തൊക്കെയുണ്ടെന്ന് പറയും. കണ്ട ഇവിടെ എഴുതിയേക്കുന്നുണ്ടാ? എന്താണ് എഴുതിയേക്കുന്നത്? EL+. ഇതാണ് എന്ത്? STL. അതാണ് അവരാ തന്നേക്കുന്ന അവിടുത്തെ നമുക്ക് തന്നേക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്ന 0 ലെവൽ. ഈ ലെവലിൽ നിന്ന് വേണം നമ്മൾ പിന്നെ അങ്ങോട്ട്. അപ്പൊ നമ്മള് ബേസ്മെന്റ് എത്രയിൽ നിർത്തണം? എത്ര നിർത്തണം? 15 സെന്റിമീറ്റർ. 15 സെന്റിമീറ്റർ. എങ്ങനെ മനസ്സിലായി? അടുത്തത് നോക്ക്. എന്റെ റൂഫ് സ്ലാബ് ഫിനിഷായി വരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടം വരെ ഇവർ 2.80 ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഇവർ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിന്റെ പുറത്ത് എനിക്ക് കുറെ വാട്ടർ പ്രൂഫും കുറെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും. ഈ വാട്ടർ പ്രൂഫ് ചെയ്യും, പിന്നെ അതിന്റെ പുറത്ത് മെംബ്രെയിൻ ഷീറ്റ് വെക്കും, അതിന്റെ പുറത്ത് പിന്നെ സ്ക്രീനിങ് ചെയ്യും. ഇതെല്ലാം ചെയ്തു വരുമ്പോൾ എന്റെ ഹൈറ്റ് എത്ര ആകാവൂ? 3.30. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, എന്റെ റൂഫ് സ്ലാബിന്റെ ടോപ്പ് ഇവർ തന്നിട്ടില്ല. എന്റെ റൂഫ് സ്ലാബിന്റെ ടോപ്പ് ഏതാണെന്ന് അറിയാവോ? കണ്ട്, ഇതാണ് എന്റെ റൂഫ് സ്ലാബിന്റെ ടോപ്പ്. കണ്ട, ഇവർ തന്നിരിക്കുന്നത് ഈ ഹൈറ്റ് അവർ തന്നിട്ടുണ്ട്. ഇതിന്റെ ഫിനിഷ്ഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്. ഈ ഹൈറ്റ് അവർ തരത്തില്ല. ആ ഹൈറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ പ്ലിന്ത് ബീമിന്റെ അതായത് ഇതിന്റെ ഹൈറ്റ് നമുക്ക് സെക്ഷനിൽ തന്നിരിക്കും. അത് ഏത് ഇതിൽ വാർക്കണമെന്ന് ഇതിന്റെ സ്ട്രക്ചറൽ ഡിസൈനിൽ തന്നിരിക്കും. ആ ഹൈറ്റിലായിരിക്കും. അവിടെയും എലിവേറ്റഡ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നേക്കും. അപ്പോൾ ആ ഹൈറ്റിൽ വേണം ഈ സ്ലാബ് അല്ലെങ്കിൽ ബീം വാർക്കാൻ. അങ്ങനെയാണെങ്കിൽ സ്ലാബൊക്കെ ആണെങ്കിൽ സ്ലാബിന്റെ കനമായിരിക്കില്ല തരുന്നത്, ഇതിന്റെ എലിവേറ്റഡ് ഹൈറ്റ് തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
അത് കണ്ടുപിടിക്കണമെങ്കിൽ കാരണം ഇപ്പൊ ഇതിന്റെ തിക്നെസ് എല്ലാം കൂടെ ഇവരിവിടെ തന്നിട്ടുണ്ടാവും. ആ തിക്നെസ് ഇത് കുറയ്ക്കുന്ന സമയത്ത് നമുക്കിത് കിട്ടും. ഈ രീതിയിലാണ് ഇവരെന്ത് ചെയ്തേക്കുന്നത്, ഈ എലിവേറ്റഡ് ഹൈറ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണോ? എലിവേറ്റഡ് ഹൈറ്റിന്റെ അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിലോട്ട് ഞാൻ സെക്ഷൻ എടുത്തില്ല, ഈ സ്ട്രക്ചറൽ ഡിസൈനിലേക്ക് പോയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അവിടെ കൺഫ്യൂഷൻ വരണ്ട. ഈ ഹൈറ്റ് അവർ തരത്തില്ല. അതെല്ലാം ഇപ്പൊ സ്ലാബ് ഏത് ഹൈറ്റിൽ വാർക്കണം എന്ന് അവിടുത്തെ എലിവേറ്റഡ് ഹൈറ്റിൽ എഴുതിയിരിക്കും. നമ്മൾ നോക്ക്, ഇവിടുത്തെ എലിവേറ്റഡ് ഹൈറ്റിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? 3.30 എല്ലാം കൂടി ഫിനിഷ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി സ്ലാബ് ഏത് എലിവേറ്റഡ് ഹൈറ്റിൽ വാർക്കണം എന്നത് എവിടെ തരും? അതിന്റെ സ്ട്രക്ചറൽ ഡിസൈനിൽ തരും. അത് ചിലപ്പോൾ പറയും നിങ്ങൾ 3 ആണ് എലിവേറ്റഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നിന്നും ഈ 2.5 നമുക്കറിയാം. ഏതിങ്ങനെ നിങ്ങൾ സ്ലാബ് വാർത്താലും അത് ഈ 3യിൽ നിൽക്കണം. ഇനി നിങ്ങൾ വേറൊരു കാര്യം ഞാനിപ്പോ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. നമുക്കിപ്പോ ഒരു പ്ലിന്ത് ബീം ഉണ്ടെന്ന് വെച്ചോ. പ്ലിന്ത് ബീം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, എല്ലാവരും എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണെന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ പ്ലിന്ത് ബീം ഒക്കെ ഇതിന്റെ താഴോട്ടല്ലേ? അപ്പൊ പ്ലിന്ത് ബീം 45 സെന്റിമീറ്റർ താഴോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ 0യിൽ നിന്നും 45 സെന്റിമീറ്റർ താഴോട്ട് വരും. അപ്പൊ -45 എലിവേറ്റഡ് ഹൈറ്റ് എന്ന് പറഞ്ഞത്. ഈ രീതിയിലാണ് എലിവേറ്റഡ് ഹൈറ്റ് തരുന്നത്. ജസ്റ്റ് നമുക്ക് ആ സ്ട്രക്ചറൽ ഡിസൈനിന്റെ ഇതിലേക്ക് പോകുമ്പോൾ മാത്രം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നു പോയതേ ഉള്ളൂ. ഈ എലിവേറ്റഡ് ഹൈറ്റ് എന്താണെന്നും അതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. വേറെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, കാര്യം ഞാൻ അത് എടുത്തില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, എലിവേറ്റഡ് ഹൈറ്റിന് എന്തുണ്ട്? അമിതമായ പ്രാധാന്യം. അത് റീഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഓക്കെ, സാർ EL എന്ന് വെച്ചാൽ എലിവേറ്റഡ് ലെവൽ എന്നാണോ? എലിവേറ്റഡ് ഹൈറ്റ് ഏത് ഹൈറ്റിൽ അത് എത്തണം. അപ്പോ 0യിൽ നിന്നും ആ ഹൈറ്റിൽ ഫിനിഷ് ചെയ്യാം. അടുത്ത നമുക്കൊരു ഒരു സെക്ഷൻ കൂടെ നോക്കാം, വേറൊന്നിന്റെ സെക്ഷൻ കൂടെ നോക്കാം. ഇത് എത്രയൊക്കെയാണെന്ന് പറയാം. ബേസ്മെന്റിന്റെ പൊക്കം എത്ര? 15 സെന്റിമീറ്റർ. ഇതും മറ്റേ നോക്കാം, റൂഫ് സ്ലാബിന്റെ ഒക്കെ 3.0 തന്നെ. നമുക്ക് അടുത്തൊന്ന് നോക്കാം. അടുത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിംഗ് നോക്കിയിട്ട് പറയാം ബേസ്മെന്റിന്റെ പൊക്കം അത്. ഇതും സെയിം, അതും സെയിം തന്നെ. അടുത്തൊരു ബിൽഡിംഗ് ഇത് എത്രയൊക്കെയെന്ന് പറയാം. 45 ഇതോ ഹൈറ്റ് 6.5. അപ്പോ പാരപ്പറ്റിന്റെ ഹൈറ്റ് എത്ര? 50 സെന്റിമീറ്റർ. വായിക്കാൻ പഠിച്ചല്ലോ. ഇനി അടുത്തത് ഇതൊരു കോമ്പൗണ്ട് വാളാണ് തന്നേക്കുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെതും അതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് കോമ്പൗണ്ട് വാളിന്റെ ടോപ്പ് എത്ര? 3.80. ഇനി അവിടെ വേറൊരു ഡിസൈനോ എന്തോ കൊടുത്തിട്ടുണ്ട്, അതെത്ര? ആദ്യത്തെ ഡിസൈൻ എത്രയിൽ നിർത്തണം? ആദ്യത്തെ ഡിസൈൻ 3. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ വരച്ച് വായിക്കാൻ നമ്മൾ പഠിക്കണം. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് വായിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇനി ഏത് ബിൽഡിംഗും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഞാൻ ഒരു വലിയ ബിൽഡിങ്ങിന്റെ തരയാണ് ഇവർ ചെയ്ത വലിയ ബിൽഡിംഗ്. പറയാ എന്തൊക്കെയാണ് ഹൈറ്റ് എന്ന് പറയാം. ബേസ്മെന്റ് ഹൈറ്റ് പറയാം. 45 സെന്റിമീറ്റർ. ആദ്യത്തെ ഫ്ലോർ എത്രയിൽ വാർക്കണം? ഫ്ലോർ അല്ല, അതിന്റെ ടോപ്പ് 5.25. അടുത്തത് എത്രയിൽ വാർക്കണം? 9.05. അടുത്തത് എത്രയിൽ വാർക്കണം? 12.65. അടുത്തത് 13.15. ഇനി നിങ്ങൾ നോക്കാം, ഇതിനകത്തൊക്കെ എഴുതിയേക്ക് നോക്ക്. കണ്ട് ഇത് എത്രയിൽ വാർക്കണം? 10.25. ഇത് അത് തന്നെ. ഇത് 9.05. ഇത് ഇത് 10.25. ഇതുപോലെ ഓരോ സ്ഥലത്തായിട്ട് ഇവരിങ്ങനെ ഓരോ എലിവേറ്റഡ് ഹൈറ്റും അവിടെ തന്നെ. ഇതൊന്ന് വായിക്കേ. 5.75.
അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ഇവിടെ നിന്ന് ഗ്രൗണ്ടിന്റെ ലെവൽ, അതായത് അവർ തന്നേക്കുന്ന 0 ലെവൽ, 0 കൊണ്ട് അവിടെ തന്നേക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് നമുക്ക് എവിടെയും തന്നിട്ടില്ല. നോക്ക്, അതായത് നോക്ക്, ഡ്രോയിങ്ങിൽ ഇതിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് നമുക്ക് എവിടെയും തരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയും നിങ്ങൾക്ക് പറയാമോ? ഇവിടെ 5.75 നമ്മുടെ ബേസ്മെന്റിന്റെ എലിവേറ്റഡ് ഹൈറ്റ് എത്ര? 45. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഗൾഫ് ഡ്രോയിങ്ങിന്റെ ആകെ ഉള്ളൊരു വ്യത്യാസം. ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഒരു വ്യത്യാസം ഇത്. ഇതെന്താണെന്നും അത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ പഠിച്ചിരുന്നാൽ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇത് കണ്ടാൽ ഏത് കിട്ടിയാലും നിങ്ങൾക്ക് വായിക്കാമല്ലോ. ഞാൻ ഇതിന്റെ ഒരു ബിൽഡിങ്ങിന്റെ വേറൊരു സ്ഥലം കൂടെ കാണിക്കാം. എത്ര? 5.75. ഇവിടത്തെ ബേസ്മെന്റിന്റെ ഹൈറ്റ് 45 തന്നെ തന്നിട്ടുണ്ട്. 45. അപ്പൊ എത്രയാണ് ഇതിന്റെ ഹൈറ്റ്? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് എത്ര? ബേസ്മെന്റിന്റെ ടോപ്പ് നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ എസ്റ്റിമേറ്റ് ബ്രിക്ക് വർക്ക് ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് വിട്ട് ഇതുവരെ എത്ര എന്ന് ചോദിച്ചാൽ എത്രയെന്ന് പറയും? 5.30. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ വേറൊരു ഇത് എഴുതിയിട്ടുണ്ട്. ഇത് എത്രയെന്ന് നോക്ക്. 5.65. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ഈ ഒരു ഒരു ഓപ്പണിംഗ് ആയി ഇവർ കൊടുത്തേക്കുന്നത്. ആ ഓപ്പണിംഗിന്റെ ഹൈറ്റ് ആണ് ഇവർ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര? 5.20. ഓക്കെ, ഇനി ഞാൻ ഇപ്പൊ ഇവിടെ ഇപ്പുറത്ത് താണ്ട ഒരു എലിവേറ്റഡ് ഹൈറ്റ് തന്നേക്കുന്നു. എത്രയാണെന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? വായിക്കുന്നു, കളക്റ്റുന്നുണ്ടോ? തൊട്ട് ഇപ്പുറത്തോളം 4.85. 4.85 അല്ലേ? കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ബേസ്മെന്റിന്റെ മുകളിൽ നിന്ന് എത്ര വരും? 4.40. അപ്പൊ ഇവിടെയും തന്നിട്ടുണ്ടാണ് എലിവേറ്റഡ് ഹൈറ്റ് തന്നേക്കുന്നത്. എത്ര? 45. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്പിന്റെ ഇവിടെ എന്ത് തന്നേക്കുന്നുണ്ട്? ഒരു കോമ്പൗണ്ട് വാളുണ്ട്. അപ്പൊ ഇതിന്റെ ടോപ്പ് എത്ര? 3. അപ്പോ ഈ ഗ്രൗണ്ടിൽ നിന്നാണ് 3. ക്ലിയർ ആയല്ലോ? അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ബേസ്മെന്റ് എന്നല്ല, താഴെ നിന്നാണ്. അപ്പൊ ഈ ഒരു വ്യത്യാസം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി. നമ്മുടെ ബിൽഡിങ്ങിൽ തരുന്നത്, നമ്മുടെ കേരളത്തിൽ നമുക്ക് തരുന്നത് ബേസ്മെന്റിന്റെ ടോപ്പ് എന്നും ഇവർ തരുന്നത് 0. 2 ഈ വരെന്ത് എഴുതുള്ളൂ? EL എന്ന് മാത്രമേ എഴുതുള്ളൂ. ഇതിനെയാണ് എലിവേറ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ അടുത്തതിലേക്ക് പോവാം. ഇതാ ഒരു ലാൻഡിങ് പറയാം. ലാൻഡിങ് എത്രയാണ് എഴുതിയിരിക്കുന്നത്? ലാൻഡിങ് നമുക്ക് എഴുതിയിരിക്കുന്നത് എത്ര? 2.93 ഫസ്റ്റ് ലാൻഡ്. കണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ശരിക്കും എനിക്ക് സ്റ്റെപ്പിന്റെ ഹൈറ്റ് എവിടം തൊട്ട് എവിടം വരെ വരുന്നതാണ്? ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്നത്. അപ്പൊ നിങ്ങൾ എസ്റ്റിമേറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചോണം. എവിടെ നിന്ന് ഇവിടം വരെ എടുത്താൽ മതി? നമ്മൾ സ്റ്റെപ്പിന്റെ ഹൈറ്റ് കൊടുക്കുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇതുവരെ മതി, അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എത്രേ വരുള്ളൂ? 45 ഇതിന്റെ ഹൈറ്റ് ആയിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലാൻഡിങ്ങിന്റെ ഹൈറ്റ് പറ. ലാൻഡിങ്ങിന്റെ ഹൈറ്റ് എത്ര? 2.48. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ്. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് കിട്ടുമല്ലോ? ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ? അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? എന്താണ് ഷിഫ്ന ഒന്ന് പറഞ്ഞ, എന്താണ് ഇതിന്റെ പ്രാധാന്യം? എലിവേറ്റഡ് ഹൈറ്റിന്റെ പ്രാധാന്യം. എലിവേറ്റഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 0 ലെവല് മുനിസിപ്പാലിറ്റി തരുന്ന വെച്ചിട്ടാണ് ഓരോ ലെവലും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോ പല സ്ഥലത്തും വേറെ ഒന്നും അവര് തരത്തില്ല, അല്ലെ? തരില്ല. ഇടയ്ക്കുള്ള ഹൈറ്റും തരില്ല. എല്ലാം EL+ എന്നുള്ളത് വെച്ചിട്ട് റീഡ് ചെയ്തെടുക്കണം. ഇത് തന്നെയാണ്. ആശംസ എന്ന് പറഞ്ഞ എന്താണ് കുഴപ്പമെന്ന് പറയാം? ആശംസ അതിന്റെ പ്രാധാന്യം പറ. മുനിസിപ്പാലിറ്റിയിൽ ഒരു ലെവൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് 0 ലെവലിൽ നമ്മൾ എടുക്കുന്ന എലിവേറ്റഡ് ഹൈറ്റ് ആയിരിക്കും.
പല സ്ഥലത്തും നമുക്ക് ഹൈറ്റുകൾ തരാത്തതുകൊണ്ട് നമ്മൾ ഈ ഹൈറ്റ് വെച്ചാണ് ഹൈറ്റെല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്നുകൂടെ നോക്ക്. ഇവിടെ എനിക്ക് തന്നേക്കുന്ന സ്റ്റെപ്പിന്റെ ഹൈറ്റ് എത്രയാണ്? എലിവേറ്റർ ഹൈറ്റ് എത്രയാണ്? 3.1. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പൊങ്ങുന്ന ആ ഒരു കോളം എനിക്ക് നിർത്തണം, അല്ലെങ്കിൽ ഇതിന്റെ ടോപ്പ് വരെ എത്ര വരണം. അപ്പോൾ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് ഇത്രയും മാത്രം ഞാൻ ഇവിടെ ബ്രിക്ക് വർക്ക് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ആ ഹൈറ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ഈ എലിവേറ്റർ ഹൈറ്റ് വെച്ചിട്ട് ഈ ഒറ്റ കാര്യം നന്നായിട്ട് തറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. മനസ്സിലായില്ല എന്ന് പിന്നെ പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. എല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്ക് പോകാം. എല്ലാവരും ഓക്കെ ആണല്ലോ? ഓക്കെ. ശരി. ഓക്കെയാണ് സർ. ശരി. അപ്പൊ നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തുനിന്ന് പോകാം. നമുക്ക് ഒരു വീണ്ടും നമുക്ക് മറ്റതിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അപ്പൊ ഈ ഔട്ട് ഹൗസിൽ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ഒരു ഡ്രോയിങ് കിട്ടിയത് ഈ ഔട്ട് ഹൗസിന്റെ ഇത്രയും കാര്യങ്ങൾ എഴുതിയതെന്ന് എന്തൊക്കെയാണ് ഓരോ കാര്യങ്ങളായിട്ടൊന്ന് വായിച്ചത്. ഔട്ട് സർവീസ് പ്ലാൻ അല്ലേ? ഇത് സൈറ്റ് പ്ലാൻ ആണ്. ഇവരുടെ സൈറ്റ് പ്ലാൻ ഇങ്ങനെയാണ്. ഓക്കെ, ആ സൈറ്റ് പ്ലാനിന്റെ നമുക്കൊരു കൊച്ചു റൂം എടുക്കാം. ഈ വലുതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇത് അത്രയും ഉണ്ട് ഡ്രോയിങ്. ഇത്രയും ഡ്രോയിങ്ങുകൾ കിടക്കുകയാണ് കണ്ടോ. അപ്പൊ ഇത്രയും നമ്മൾ പഠിക്കണം. ആ പഠിക്കുന്നതിൽ നമുക്ക് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു. ശരിയല്ലേ? നോക്ക്, ഇവരിപ്പോ തന്നേക്കുന്ന ഡ്രോയിങ്ങുകളെല്ലാം കൂടെ നോക്ക്. ഇതാണ് അവരുടെ ഗ്രൗണ്ട് ഫ്ലോർ. പിന്നെ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് തന്നേക്കുന്നുണ്ടോ. ഗ്രൗണ്ട് ഫ്ലോർ ഇതാണ്. ഇനി അടുത്ത അതിന്റെ ഫസ്റ്റ് ഫ്ലോർ ഇതാണ് കണ്ടോ. അടുത്ത് അതിന്റെ റൂഫ് പ്ലാൻ ഇതാണ്. അടുത്ത് അതിന്റെ ഫൈനൽ ഫ്ലോർ ഉണ്ട്, അത് കണ്ട അതിന്റെ മുകളിലത്തെ ഫ്ലോറാണ്. ഇതതിന്റെ എലിവേഷൻ, അതിന്റെ സൈഡ് വ്യൂകളെല്ലാം, അതിന്റെ സെക്ഷൻസ്. പിന്നെ അല്ലാതെ നമ്മൾ ഔട്ട് ഹൗസ്, അടുത്തൊരു ഔട്ട് ഹൗസ്, പിന്നെ കിച്ചൺ, പിന്നെ ലേഡീസിനുള്ളൊരു മജ്‌ലിസ്, അങ്ങനെ എല്ലാം കൂടെ ചേർന്നതാണ്. ഇനി ഇതിന്റെ അത്രയും സ്ട്രക്ചറൽ ഡീറ്റെയിൽസും ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ പഠിക്കണം. ഇനി ഇവര് ഓരോ സ്ട്രക്ചറൽ ഡിസൈൻസും ഇവിടെ തന്നിട്ടുണ്ടാവും. ഇത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കി പഠിക്കണം. ഇവിടെ കുറേ താണ്ട ഇത് മാത്രമേ കാണത്തുള്ളൂ കണ്ടോ. CO എന്നും C5 എന്നും ഒക്കെ കാണത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താണെന്നും ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഫുട്ടിങ്സ്, ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ എസ്റ്റിമേറ്റ്. ആണ് F9 ഇത് ഇങ്ങനെയൊക്കെയാണ് ഇവർ തരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എസ്റ്റിമേഷൻ എടുക്കാൻ പഠിക്കണം. പിന്നെ ഇതെന്ന് പറയുന്ന പ്ലിന്ത് ബീമാണ്. ആ പ്ലിന്ത് ബീമിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നേക്കുന്നത്. ഇതിലിതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, നാളെ നോക്ക് 3.5. ഇതുപോലെ ഓരോ സ്ഥലത്തും അവർ ഓരോ ഹൈറ്റുകളൊക്കെ ഇവർ തരും. ആ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് എത്ര ഹൈറ്റിന് ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്തത് എന്താണ്. അതിന്റെ ഈ കോളത്തിന്റെ ഒക്കെ കമ്പി എങ്ങനെ കെട്ടണമെന്നും അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നത്. ഇത് ലിഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ലിഫ്റ്റിന്റെ കമ്പിയൊക്കെ എങ്ങനെ കെട്ടണം. അടുത്ത് പിന്നെ അടുത്ത ഫ്ലോറിന്റെ ഓരോന്നിന്റെയും കാര്യങ്ങൾ ചെയ്യേണ്ട രീതി, ബീമുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അവർക്ക് തരുന്നത്. കണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന +5.15. അപ്പോൾ 5.15 നമ്മൾ ഇത് എന്ത് ചെയ്യണം, ചെയ്യണം, പാർക്കണം. അങ്ങനെയാണ് നമുക്ക് സ്ലാബിന്റെ ഹൈറ്റ് ഒക്കെ കിട്ടുന്നത്. അടുത്ത ഫ്ലോറിൽ ഇതെല്ലാം ചെയ്യാം. അടുത്ത് ഇതിന്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ബീമൊക്കെ വാർക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവരിവിടെ തന്നേക്കുന്നത്. ഇതിനും അവരിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നിന്റെയും എലിവേറ്റഡ് ഹൈറ്റ് ഇവർ തരും. ആ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടത്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തരുന്നതാണോ? ഇത് പെർമിറ്റ് ഡ്രോയിങ്, മുനിസിപ്പാലിറ്റിയുടെ പെർമിറ്റ് ഡ്രോയിങ് ആണ്. പെർമിറ്റ് ഡ്രോയിങ്ങിന്റെ കൂടെ സ്ട്രക്ചറൽ ഡിസൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വരുന്നത്. അപ്പൊ ഈ ഡ്രോയിങ് വെച്ചിട്ടാണ് അവരവിടെ വർക്കൊക്കെ ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കേണ്ടത്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നത്, ഞാൻ ഇപ്പോഴും പറയാം, അതായത് ഗൾഫ് ഡ്രോയിങ്ങും ഈ വർക്കും നമ്മുടെ നാട്ടിലൊരു എസ്റ്റിമേറ്റ് എടുക്കുന്നതിനേക്കാൾ ഈസിയാണ്. നിങ്ങൾക്കിതിപ്പോൾ കണ്ടപ്പോൾ ഒരുപാടുണ്ടെന്നും ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുമാണ് തോന്നുന്നത്. പേടിയാവുന്നു. പക്ഷെ ഞാൻ എന്താണ് ചെയ്യാറെന്നറിയാം. കാര്യം എനിക്കും ഇപ്പോഴും ഒരു ഇതുണ്ട്. അതായത് ഞാൻ ഇത് പഠിപ്പിച്ചു കഴിയുമ്പോൾ സാർ എന്ത് പഠിപ്പിച്ചെന്ന് അവസാനം ചോദിക്കും. കാര്യം അത്രയ്ക്ക് ഈസിയാണ്.
അപ്പൊ അതുകൊണ്ട് ഇന്ന് എനിക്ക് ആദ്യം ഒരു ലെറ്റർ തന്നെ എഴുതി വയ്ക്കണം. എനിക്കിത് ഡ്രോയിങ് ഒക്കെ കണ്ട് എനിക്കൊന്നും എന്ത് ചെയ്തില്ല, പഠിക്കാനും പറ്റിയിട്ടില്ല. സാറ് പറഞ്ഞു തന്നാലേ എനിക്കിത് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എഴുതി മേടിച്ചിട്ടാണ് തുടങ്ങുക. എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? എന്തിനാ ആശംസ അങ്ങനെ ചെയ്യുന്നേ? ലാസ്റ്റ് എങ്ങനെ പറയാനാണോ? അവസാനം നിങ്ങൾ പറയും ഓ ഇത്ര ഈസി ആയിരുന്നാ സാറേ, സാറ് പിന്നെ എന്തിനു സാറേ ഈ 15 രൂപ മേടിച്ചെന്ന് ചോദിക്കും. അത്രയ്ക്ക് ഈസിയാണ് ഈ സാർ. പക്ഷെ എവിടെയായിരുന്നു കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഡ്രോയിങ് വരപ്പിക്കുന്നില്ല, ആ ഒരു മെത്തേഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല എന്നുള്ളത് മാത്രമേ. കേട്ടോ? എല്ലാരും കേട്ടോ? കേട്ടു. സാർ കേട്ടു. അങ്ങനെ ആവട്ടെ, ഞാനിപ്പോഴും ഈസി പറയുന്നത് ആവട്ടെ. ഞാൻ കോളേജിൽ ഞാൻ നിങ്ങളെയൊക്കെ എസ്റ്റിമേറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ എസ്റ്റിമേറ്റിനേക്കാൾ ഈസിയാണ് ഈ സാധനം. കാരണം എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാരും എഴുതി തരുമല്ലോ. തരാം. എന്നിട്ട് അവസാനം ഇറങ്ങുന്ന സമയത്ത് പറയണം, ഈ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഞാൻ ചോദിക്കും, നിങ്ങളാണോ ഇത് എഴുതിയെന്ന് ചോദിക്കും. കാര്യം അവിടെ നിന്ന് ഇപ്പൊ എത്രയോ ബാച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇവർക്കെല്ലാം നിങ്ങളിപ്പോ ഇത് കണക്ക് തന്നെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ അവർക്ക് തോന്നും അയ്യോ ഇതെന്തൊക്കെയോ ഉണ്ട്. പിന്നെ അവസാനം അത് പറയും സാറേ ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിച്ചോളാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് അത്ര നിസാരമല്ല. എന്നാൽ ഇതിനെ കാണുന്ന നമുക്ക്, അതായത് ഇതിപ്പോ ആദ്യം നിങ്ങൾക്ക് പേടിയാവും, പിന്നെ നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര നിസാരമാണ്, പിന്നെ നിങ്ങൾക്ക് വീണ്ടും അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വീണ്ടും കുറച്ച് പേടിയാവും, പിന്നീട് നമുക്കിത് ലെവലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതിനെ കറക്റ്റായിട്ട് ക്ലാസ്സിൽ വരണം, കറക്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത് നമുക്ക് ഇവിടെയും തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതെല്ലാം എന്താണെന്ന് പറയാം, എന്നിട്ട് നമുക്ക് ഇന്ന് തന്നെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യണം, എങ്കിലേ തീരുത്തും. നമുക്ക് നോക്കാം. ആദ്യത്തെ കേസ് ഇതാ ഇവിടെയാണ്. ഇവിടെ നമുക്ക് എന്തുണ്ട് തന്നിട്ടുണ്ട്? വീണ്ടും എന്റെ പേര് വായിക്ക്. ഫീമെയിൽ മജ്ലിസ് അല്ലെ? അവര് പെണ്ണുങ്ങൾക്കുള്ള ഒരു മജ്ലിസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെയും ഹൈറ്റുകളും അതിന്റെ ബാക്കി ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അതിന്റെ ഔട്ടർ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തിവിടെ എന്തുണ്ട്? ഇവിടെ എന്താണ് വായിച്ചേ? ഔട്ട് കിച്ചൺ റൂഫ്. അതിന്റെയും എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൈറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അതും ഏത് ചേർത്താ വരയ്ക്കുന്നത്? കോമ്പൗണ്ട് വാള് ചേർത്താണ്. നമുക്കാണ് ഇവിടെ സൈഡ് യാർഡും ഫ്രണ്ട് യാർഡും ബാക്ക് യാർഡൊക്കെ വിടുന്നത്. ഇവർക്ക് അതൊന്നുമില്ല. അവരുടെ കോമ്പൗണ്ട് വാള് തന്നെ അവർക്ക് എന്തായി ഉപയോഗിച്ചോളാം? മതിലായിട്ട് ഉപയോഗിച്ചു. അടുത്തതായി ഇവിടെ വീണ്ടും ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതെന്തിനാണെന്ന് പറയാം? അപ്പോ ആണുങ്ങൾക്കുള്ള ഒരു മജ്ലിസാണ് ഈ കാണുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത്. അപ്പൊ എത്ര ഔട്ടർ ബില്ലിംഗ് ഉണ്ട്? അതായത് നമ്മളിവിടെ പറയുന്ന കണക്ക് ഔട്ട് ഹൗസ് എന്ന് പറയുന്ന കണക്ക് എത്ര എണ്ണം ഉണ്ട്? ഒന്ന് പിന്നെ കാണുന്നുണ്ടല്ലോ 2, 3, 4 ബില്ഡിംഗ് ചുറ്റുമുണ്ട്. ഇനി ഇതാണ് നമ്മുടെ മെയിൻ ബിൽഡിംഗ്. ഇതാണ് മെയിൻ വില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ചേർന്നതാണ് നമ്മുടെ ഒരു സൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നിപ്പോ സൈറ്റ് പ്ലാൻ വരയ്ക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം? അതുകൊണ്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ വരച്ച് ഇന്ന് പഠിക്കണം. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ പ്ലാൻ വരയ്ക്കാനായിട്ട് സൈറ്റ് പ്ലാൻ നോക്കിയിട്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരാൾ പറയണം. ഈ പ്ലാനിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? ആശംസ പറഞ്ഞു, എന്തൊക്കെയാണ് മനസ്സിലായത്? ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കെട്ടി നിർത്തണം എന്നുള്ള ഹൈറ്റ് അറിയാം. ബാക്കി പറഞ്ഞോളൂ, ബാക്കിയൊക്കെ പറഞ്ഞോളൂ. എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന്ന് കിട്ടുന്നു? ബിൽഡിങ്ങിന്റെ ഔട്ടർ ടു ഔട്ടർ എത്രയാണ്? ഈ ബിൽഡിങ്ങിലെ ഈ സൈഡിൽ ഇതാ ഇവിടെ ഈ എലിവേറ്റഡ് ഹൈറ്റ് 3 എന്ന് എഴുതിയേക്കുന്നത് എന്താണ്? മെയിൻ സ്ലാബ് വരെയുള്ള ഹൈറ്റ് അല്ലേ സർ? ഇത് കോമ്പൗണ്ട് വാളിന്റെ ഹൈറ്റ് ആണ്. ഈ സൈഡിൽ തന്നെ ഈ നീല കളർ കണ്ട ഇവിടെ ഈ 3 മീറ്റർ എന്ന് പറയുന്നത് ഏതിന്റെ ഹൈറ്റ് ആണ്?
കോമ്പൗണ്ട് വാളിന്റെ കോമ്പൗണ്ട്. ഈ 3.38 എന്ന് പറയുന്നത് നമ്മുടെ പാരപ്പറ്റ്. ഈ അടുത്തത് റൂഫ് സ്ലാബിന്റെ ഹൈറ്റ് നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്, അതുകൂടെ എടുക്കാം. റൂഫ് സ്ലാബിന്റെ ഹൈറ്റ് എത്രയുണ്ട്? 3.30. 3.30. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഈ സൈറ്റ് പ്ലാനിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടി, അതിന്റെ അർത്ഥമൊക്കെ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ. ഇതൊരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഒന്ന് പറഞ്ഞോളൂ ഷിഫ്ന, ഒന്ന് പറഞ്ഞോളൂ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് എന്ന്. ഈ ഒരു ഡ്രോയിങ്ങിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാം? കോമ്പൗണ്ട് വാളിന്റെ ലെവല് 3 മീറ്ററാണ് വരുന്നത്. റൂഫ് സ്ലാബിന്റെ 3.30. പാരപ്പറ്റിന്റെ 3.80. അടുത്തൊരെണ്ണം പ്രധാനപ്പെട്ട ഒരു കാരണം കൂടെ എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. എന്താണ്? കോമ്പൗണ്ട് വാൾ ഉണ്ട്, പക്ഷെ കോമ്പൗണ്ട് വാളിനെയാണ് നമ്മളെ നാട്ടിലൊക്കെ മതിലാക്കി എടുക്കുന്നത്. ഇവരെന്ത് ചെയ്തു? പറയും. കോമ്പൗണ്ട് വാൾ അവിടെ നിർത്തിക്കൊണ്ട് വീണ്ടും ഒരു പുതിയ ഭിത്തി കെട്ടി അവിടെ എന്ത് ചെയ്തു? ഇവർ ചെയ്തു. ഒന്നുകൂടെ പറയും, എന്താണ് ചെയ്തതെന്ന് പറയാം. ഈ ഡ്രോയിങ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട രീതി. ഒരാൾ പറയാം. നിർത്തിക്കൊണ്ട് അതിന്റെ കൂടെ കെട്ടിയിട്ട് ബാക്കി ബിൽഡ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഡ്രോയിങ് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. ഫസ്റ്റ് നോക്കേണ്ടത് ഈ ബിൽഡിങ്ങിന്റെ ഔട്ടർ ടു ഔട്ടർ ഡയമെൻഷൻ 9.20 3.50 2, ഇതിനൊരു കോമ്പൗണ്ട് വാൾ ഇവിടെ സൈഡിൽ കൂടെ ഉണ്ട്. ആ കോമ്പൗണ്ട് വാളിന്റെ പൊക്കം എലിവേറ്റഡ് ഹൈറ്റ് ആണ് തന്നേക്കുന്നത്, അത് 3 മീറ്റർ ആണ്. ഇനി റൂഫ് സ്ലാബ് വാർക്കേണ്ടത് 3.30 പാരപ്പറ്റ് ചെയ്യേണ്ടത് 3.80 ഇത് ഒരു ഔട്ട് സർവീസ് ബ്ലോക്ക് ആണ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോ ഇനി കോമ്പൗണ്ട് വാൾ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്, ആ സൈഡില് നമ്മൾ പാരപ്പറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് പുതിയ ഭിത്തി കെട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. കോമ്പൗണ്ട് വാളിനോട് ചേർത്താണ് ഗ്രീൻ. ചേർത്താണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ കുഴപ്പം? ഇപ്പൊ കോമ്പൗണ്ട് വാളിനോട് ചേർത്ത് അവരെ ചെയ്യും. പക്ഷെ കോമ്പൗണ്ട് വാൾ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുന്നേ? കോമ്പൗണ്ട് വാളിനെ മതിലാക്കിയിടും, അല്ലെ, വീടിന്റെ മതിലാക്കിയിടും. അതായത് വീടിന്റെ ഭിത്തി ഏതിന്റെ പുറത്തിരിക്കും? നമ്മുടെയൊക്കെ നാട്ടില് കോമ്പൗണ്ട് വാളിന്റെ പുറത്തിരിക്കും. ഇവരെന്ത് ചെയ്തു? കണ്ട ഇവിടെ കണ്ട നീല കളറിൽ പോണോണ്ടാ. ഈ നീല കളർ കണ്ടല്ലോ, ഇതാണ് ഇതാണ് ഇവരുടെ എന്ത്? കോമ്പൗണ്ട് വാൾ. ഇതാണ് ഇവരുടെ കോമ്പൗണ്ട് വാൾ. ആ കോമ്പൗണ്ട് വാളിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടാണ് ഇവരിത് ചെയ്തത്. അപ്പൊ എന്താ പ്രശ്നമുള്ളത്? ആ സൈഡില് ചിലപ്പോൾ പ്ലാസ്റ്റർ ചെയ്യേണ്ടി പറ്റില്ല. അപ്പൊ പ്ലാസ്റ്ററിങ് എടുക്കുന്ന സമയത്ത് കുറയ്ക്കാം, വാട്ടർ പ്രൂഫ് എടുക്കുന്ന സമയത്ത് ആ സൈഡിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. പെയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 3യുടെ മുകളിലോട്ടുള്ളത് പെയിന്റ് ചെയ്യണം, 3യുടെ താഴോട്ടുള്ളത് പെയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആയോ? എന്തിനാണ് ഞാനിത് വീണ്ടും വീണ്ടും പറഞ്ഞെന്ന് മനസ്സിലായോ? എന്താണ് ഷിജിനി പറഞ്ഞ? ഞാൻ എന്താണ് ഇത് പറഞ്ഞത്? ഈ കോമ്പൗണ്ട് വാളിനോട് ചേർത്ത് ഈ ബിൽഡിംഗ് കെട്ടുമ്പോൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ എവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നത്? കോമ്പൗണ്ട് 3 മീറ്ററിന് മുകളിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 3യുടെ പ്രാധാന്യം മനസ്സിലായ? നമ്മുടെ ബിൽഡിങ്ങിന് 3.30 ഉണ്ട്. അപ്പോ 30 സെന്റി പൊക്കി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും. ബാക്കി ഇവിടെ കോമ്പൗണ്ട് വാൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാൻ. അതേസമയം ഇവിടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫുള്ള് പ്ലാസ്റ്റർ മൊത്തം ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ഈ ഒരു ഡ്രോയിങ്ങിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ നാട്ടിലില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഓരോരുത്തരായിട്ടൊന്ന് പോയിന്റ്സ് എന്ന് പറയാം. ഇത് കൃത്യമാണെങ്കിൽ ഇനി എല്ലാം ഇതേണക്ക് തന്നെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ അടുത്തേക്ക് കയറിപ്പോ, ഞാൻ ഇതിൽ തന്നെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായാലേ ഇനി അടുത്തതൊക്കെ പറയുമ്പോൾ പിടിക്കും. ഒന്ന് പറഞ്ഞേ, ഒരാൾ പറഞ്ഞേ, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഈ ബിൽഡിങ്ങിന്റെ ഔട്ടർ ടു ഔട്ടർ എന്ന് പറയുന്നത് 9.20 3.50 ആണ്. പിന്നെ ഇതിന്റെ റൂഫ് വരെ ഹൈറ്റ് 3.30 ആണ്. റൂഫ് ടോപ്പ് വരെ. വെരി ഗുഡ്. അടുത്തത് കോമ്പൗണ്ട്
പാരപ്പറ്റിന്റെ പൊക്കം പാരപ്പറ്റിന്റെ ഹൈറ്റ് വരെയാണെങ്കിൽ 3.8 ഉം. മീറ്റർ ആണ്. അടുത്ത് കോമ്പൗണ്ട് വാളിന്റെ കേസിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ബിൽഡിങ്ങിനെ എഫക്ട് ചെയ്യുന്നത്? കോമ്പൗണ്ട് വാൾ ഇതിനകത്ത് ചെയ്യുന്നത് കൊണ്ട് 3 മീറ്റർ വരെ നമുക്ക് പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ പറ്റില്ല. ഉം. പിന്നെ 30 സെന്റിമീറ്റർ നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്ററിംഗ് ചെയ്യാം. രണ്ട് സൈഡിലേ ഉള്ളൂ അങ്ങനെ വരുന്നത്. ബാക്കി സൈഡ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 30 സെന്റിമീറ്റർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? 3.30 ആണ് ഹൈറ്റ്. ഓക്കെ കോമ്പൗണ്ട് വാളിന്റെ ഹൈറ്റ് 3 അല്ലേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് സെക്ഷനിൽ ഹൈറ്റ് കിട്ടിയാലേ നമുക്ക് ഇതൊക്കെ വായിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇത് വെച്ചുകൊണ്ട് എസ്റ്റിമേഷൻ എടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സൈഡ് പ്ലാൻ വായിക്കാൻ പഠിച്ചു. ഗൾഫിലെ ഒരു സൈഡ് പ്ലാൻ കിട്ടിയാൽ വായിക്കാൻ പഠിച്ചു. ഇനി നമുക്ക് നേരെ ഇവരുടെ ഇതിന്റെ പ്ലാനിലേക്ക് നോക്കാം. ഇതൊക്കെ നമുക്ക് വിടാം. ഏറ്റവും കൊച്ചു ബിൽഡിംഗ് നമുക്ക് നോക്കാം. ഇതാണ് അവർ തന്നേക്കുന്ന സാധനം. ഇതിന്റെ പ്ലാനാണ് അവരിവിടെ തന്നേക്കുന്നത്. പ്ലാനിൽ എന്തൊക്കെയുണ്ട്? പ്ലാനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്ലാനിൽ തന്നേക്കുന്ന ഫ്ലോറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഇത് തരുമോ? തരില്ല. തരില്ല. അപ്പൊ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫ്ലോറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്ര സെന്റി ആയിരിക്കണം? 15 ഫിനിഷ്ഡ് ആണ്. സെന്റി. എന്താണ് 15 ഫിനിഷ്ഡ്? സെന്റിമീറ്റർ. ഒരു നിമിഷം പറയൂ, ഒരു നിമിഷം കഴിഞ്ഞ് ശ്രദ്ധിച്ചിട്ട് പറയൂ. എന്താണ് ഫിനിഷ്ഡ് ഫ്ലോറും സാധാ ഫ്ലോറും തമ്മിലുള്ള വ്യത്യാസം? ഫ്ലോർ ഹൈറ്റ് എന്നല്ല അവർ തന്ന പ്ലാസ്റ്ററിങ്ങോ അല്ലെങ്കിൽ ടൈൽസോ എന്തൊക്കെയുണ്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടേണ്ട ഹൈറ്റ് ആണ്. അപ്പോ അതിനുള്ള ഹൈറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്തേക്കണം? താഴ്ത്തി തന്നെ ചെയ്യണം. അത് എവിടെ നിന്ന് കിട്ടും? നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ തന്നിട്ടുണ്ട് അതിന്റെ ഹൈറ്റ്. വേണ്ട, എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വായിച്ചു നോക്ക്. ആദ്യം എന്തുണ്ട്? ഒരു പോളിത്തീൻ ഷീറ്റ് അതിന്റെ പുറത്തിടും അല്ലെ? അടുത്തെന്തുണ്ട്? RCC സ്ലാബിന്റെ ആ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നു. പിന്നെന്ത് ചെയ്യുന്നു? 70 mm തിന്നില് സാൻഡ് സിമെന്റിന്റെ ഒരു സ്ക്രീഡിങ് കൊടുക്കുന്നു. പിന്നെ ഇത്രയും കാര്യങ്ങൾ കൂടെ ചേർന്നതാണ് എന്ത്? നമ്മുടെ ഏതിന്റെ ലെവൽ? ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ. ഫിനിഷ്ഡ്. അപ്പോ അത്രയും താത്തിട്ടായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. അപ്പൊ സ്ക്രീഡിങ്ങിന്റെ ഹൈറ്റ് എത്രയെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്? 75 mm. അപ്പൊ അത്രയും ആ 75 mm താത്ത് ആയിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് ചെയ്യണം. ഒരു ഗേജ് തന്നിട്ടുണ്ട്. ആ ഒരു ഹൈറ്റ് താത്തിട്ടായിരിക്കണം നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്? ഈ ഫ്ലോറിന്റെ ഹൈറ്റ് കോൺക്രീറ്റ് ചെയ്ത് നിർത്തേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒന്നുകൂടെ നോക്ക്. കണ്ട ഇവിടെ 2 വര അടക്കുന്നുണ്ട. അപ്പൊ ആദ്യത്തെ വര എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോൺക്രീറ്റിന്റെ ഹൈറ്റും രണ്ടാമത്തെ വര എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫിനിഷ്ഡ് ഹൈറ്റും. നമുക്ക് ഇതിലൊക്കെ ഉള്ള ഒരു പ്രത്യാസ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ മെഷർമെന്റ് അളന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഇതങ്ങ് അളന്ന് നോക്കിയാൽ എത്ര സെന്റ് എഴുതിയിട്ടുണ്ട്? 0.02. അപ്പൊ ആ ഒരു ഹൈറ്റ് നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഇതെന്ത് ചെയ്താൽ മതി? അളന്ന് നോക്കി. ഇതാണ് അടുത്ത ഈ ഡ്രോയിങ്ങിന്റെ പ്രത്യേകത. ഗൾഫ് ഡ്രോയിങ്ങിന്റെ അടുത്ത പ്രത്യേകത, നമ്മളാണെന്നുണ്ടെങ്കിൽ എസ്റ്റിമേഷൻ എടുക്കണം. അവർ തരുന്ന ഡ്രോയിങ്ങും നമ്മുടെ ഇതുമായിട്ട് ചിലപ്പോൾ മാച്ച് ആകണമെന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഏത് അളവ് അറിയില്ലെങ്കിലും നിങ്ങൾ മെഷർ ചെയ്താൽ മതി. ആ മെഷർമെന്റ് എടുത്തുകൊണ്ട് നമുക്കിത് ചെയ്യാം. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി നമുക്ക് വീണ്ടും പ്ലാനിലേക്ക് പോവാം. പ്ലാനിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് നോക്കാം. പ്ലാനിൽ എന്തെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? ഒരാൾക്ക് പറയാമോ? ഈ പ്ലാൻ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ അറിയാം? ഈ പ്ലാനിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഷെഫിന പറഞ്ഞോ. ഷെഫിന എന്തൊക്കെ ഷെഫിനയ്ക്ക് അറിയാം ഈ പ്ലാനിൽ? ഇൻസൈഡ് മെഷർമെന്റ് 8.80 by 3.10. ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ 15 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെന്ന് ഇവര് തന്നേക്കുന്നത്, ഇവിടെ തന്നേക്കുന്നത് എന്താണ്? ഇതിന്റെ സെന്റർ ലൈനാണ്. ശ്രദ്ധിച്ച
കണ്ട ഇവിടെ കണ്ട 990 ഒക്കെ എത്താം. ഔട്ടർ ഡയമെൻഷൻ ഇവരിവിടെ തന്നിട്ടില്ല. ശ്രദ്ധിച്ചാൽ നിങ്ങൾ എന്നൂടെ പറയാം എന്താണ് തന്നേക്കുന്നത് പറയാം. ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഇൻസൈഡ് മെഷർമെന്റും ഇതിന്റെ എന്ത് ചെയ്യാൻ തന്നിട്ടുള്ളൂ, സെന്റർ ലൈനോ ഏതോ ഒരു ലൈനാണ് ഇവർ തന്നേക്കുന്നത്. ഔട്ടർ ലൈൻ ഇവർ തന്നിട്ടില്ല. അപ്പൊ ഈ ഔട്ടർ ലൈൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ പ്ലാനിന്റെ ഔട്ടർ ലൈൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ സെക്ഷന്റെ ഇവിടെയും അവര് തന്നിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ നമുക്കറിയാം, നേരത്തെ നമുക്ക് സൈറ്റിൽ ഇവർ തന്നിട്ടുണ്ടായിരുന്നു. എത്രയെന്ന് തന്നിട്ടുണ്ട്? സൈറ്റിൽ എത്രയെന്ന് ഇവർ തന്നിട്ടുണ്ട്? 9.20യും 3.5. അപ്പൊ ഇവിടെ നിന്നായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോ ഔട്ടർ ഡയമെൻഷൻ. അപ്പൊ വാൾ തിക്നെസ് എത്രയെന്ന് ആർക്കെങ്കിലും പറയാമോ? വാൾ തിക്നെസ് എത്ര? ഇന്നർ ഡയമെൻഷൻ 8.80. 40 സെന്റിമീറ്റർ. എത്ര? 40 സെന്റിമീറ്റർ. 40 അല്ല, 20. ഇവിടെ 20, ഇവിടെ 20. അങ്ങനെയല്ലേ 40 വരുന്നത്? രണ്ട് വാളില്ലേ? അപ്പൊ എത്ര? 20. അപ്പൊ 20 സെന്റിമീറ്റർ ആണ് വാൾ തിക്നെസ്. ഇത് ഇവരിവിടെ തന്നിട്ടില്ല. ശ്രദ്ധിച്ചോ? അടുത്തൊരു വ്യത്യാസം നിങ്ങൾ പഠിച്ചോ? ഓക്കെ, ശരി. ഇനി ഇതൊക്കെ എന്തിനാണെന്ന് പറയാം. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഇതെന്താണെന്ന് പറയാം. ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ. ഓക്കെ, അപ്പോൾ ഈ പ്ലാനിലെല്ലാം ഓക്കെ ആണല്ലോ? ഈ പ്ലാനിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? ഈ ബ്ലൂ ലൈൻ അപ്പൊ എന്തായിരിക്കും? ഇതാണ് ഈ ഒരു ബ്ലൂ ലൈൻ തന്നിട്ടുണ്ട്. ഇതെന്താണ്? കോമ്പൗണ്ട് വാൾ. കോമ്പൗണ്ട് വാളാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ഡോറും വിൻഡോസിന്റെ സൈസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പേര് പറയാൻ? D6. ഇവിടെ എന്തെന്ന് എഴുതിയിട്ടുണ്ട്? ഇതൊരു സ്ഥലത്ത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടൊക്കെ, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് ഒരാൾ നോട്ട് ചെയ്തിട്ടാ. ആശംസ നോട്ട് ചെയ്തിട്ട്. D6 ആണ് ഡോറിൻ്റെത്. ജനലിന്റെ W38. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എവിടെ തരുന്നു? ഇവിടെ അതിന്റെ ബാക്കി ഏരിയകളാണ് ഇവിടെ തന്നേക്കുന്നത്. കണ്ട് ഇവിടെയാണ് അവര് ഡീറ്റെയിൽസ്. വായിച്ചേ, എന്താണ് നമ്മളെ ഡോറിന്റെ സൈസ് എത്ര? D6 എത്രയാണെന്ന് വായിച്ചേ? 1200, 2200. അപ്പൊ 1200, 200. ഇതാണ് നമ്മുടെ 2200. ഇതാണ് നമ്മുടെ എന്ത് ഡോറിന്റെ സൈസ്. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഡോറിന്റെ സൈസ് ഇപ്പൊ പേപ്പറിൽ എല്ലാവരും നോട്ട് ചെയ്തിട്ടോ. D06 1200, 2000. ഓക്കെ, ഇനി ജനലിന്റെ സൈസ് പറയാം. W38. സൈസ് ആയിര് 1000, 1000, 1200. പിന്നെ ഒരു 900 കൂടെ തന്നിരിക്കുന്നത്. ആ 900 എന്തിനാണ് നമുക്ക് നോക്കാം. സിൽ ലെവലാണ്. ആരുടേത് പറഞ്ഞത്? സിൽ ലെവൽ ഞാനാ പറഞ്ഞേ. ഓക്കെ, അപ്പോ ഇവര് വെക്കേണ്ടത് ഏത് സിൽ ലെവൽ, എത്ര പൊക്കി വെക്കണം നമ്മൾ ഇവര് പറഞ്ഞു. അപ്പോ തറയിൽ എത്ര പൊക്കി വെക്കണം? 900. 90, അതായത് 90 സെന്റി പൊക്കിയിട്ടായിരിക്കണം. ഇതെല്ലാം MM-ലാണ് ഇവർ തന്നേക്കുന്നത്. അപ്പൊ ഇത് നോട്ട് ചെയ്തിട്ടേക്ക്. വിൻഡോയുടെ വീതി 1 മീറ്റർ, പൊക്കം 1.6, 90 സെന്റി പൊക്കിയിട്ടായിരിക്കണം ഇത് വെക്കേണ്ടത്. ഇത് നോർമൽ വിൻഡോയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ പ്ലാൻ ഇപ്പൊ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ? ഈ പ്ലാനിന്റെ PDF ഫയല് ഞാനിപ്പോ ഗ്രൂപ്പിൽ ഇടും. അപ്പൊ നിങ്ങൾക്ക് ഈ പ്ലാൻ വരയ്ക്കാൻ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം. ഇനി ഇവിടെ ഇവര്
പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്. ആ പ്രൊജക്ഷൻ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആ പ്രൊജക്ഷൻ നമുക്ക് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷർ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ആ പ്രൊജക്ഷൻ നമ്മൾ വെറുതെ വരച്ച് ഇതാ നോക്കാം. ഞാനിപ്പോൾ മെഷർ ചെയ്തിട്ട് പറഞ്ഞുതരാം എത്രയാണ് പ്രൊജക്ഷൻ. ശരിക്കും ഈ പ്രൊജക്ഷൻ ഇവിടുന്ന് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതെന്നാണ് കൊടുക്കേണ്ടത്. ആ ബ്ലൂ ലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കിക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ചോ. അത് ഷെയ്ഡാണോ സാർ? ഷെയ്ഡായിട്ടാണോ പ്രൊജക്ഷൻ? അതിലോട്ട് വരാം, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ശരിക്കും ചില കാര്യങ്ങളിൽ ഓക്കെ. ഇവരെന്ത് ചെയ്ത് നമുക്ക് ഇപ്പൊ അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് പിന്നീട് നമുക്കിത് പഠിക്കാം. അല്ലെങ്കിൽ ഇതാകെ കൺഫ്യൂസ്ഡ് ആവും. നിങ്ങളിപ്പോ ഒരു ഡോട്ടർ ലൈൻ നിങ്ങൾ ഇങ്ങനെ ഇട്ടങ്ങ് വരച്ച് വെച്ചാൽ മതി. അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, ഓക്കെ. ഞാനിപ്പോ പഠിപ്പിച്ചിടം വരെ ഉള്ളത് നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? അതെ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിപ്പോ പഠിക്കണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന അളവിൽ ഒരു ഇത് വരച്ച് വെച്ചാൽ മതി. ഓക്കെ, ഞാൻ അതിന്റെ ഡയമെൻഷൻ സാർ ഈ ക്ലാസ്സുകളൊക്കെ ഇന്നത്തെ ക്ലാസ് നമുക്ക് റെക്കോർഡ് കിട്ടുമോ? അങ്ങനെ തരുമോ? റെക്കോർഡ്. അപ്പോൾ ഒരു 55 സെന്റിയാണ് നിങ്ങൾ 55 സെന്റിയാണ് പറയുന്നത്. 60 സെന്റി ഇട്ടിട്ട് നിങ്ങൾ ഒരെണ്ണം ഒരു ഓഫ്സെറ്റ് ഇട്ട് ഒരു ഡോട്ടർ ലൈൻ അങ്ങ് കൊടുത്താൽ. ഓക്കെ, അപ്പൊ ഇത് പല സ്ഥലത്തും പലതാണ് ഇവർ കൊടുത്തേക്കുന്ന. ഈ ഫ്രണ്ടിൽ എത്ര കൊടുത്തിട്ടുണ്ട് നോക്കാം. ഫ്രണ്ടിൽ തന്നേക്കുന്നത് നിങ്ങളിത് നോട്ട് ചെയ്തിട്ടേക്കണം. ഞാനിപ്പോൾ വരച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഈ അളവുള്ളതായിരിക്കില്ല തരുന്ന. 42.8 ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ അവർ കൊടുത്തേക്കുന്നത് പ്രൊജക്ഷൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. അല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് വരയ്ക്കണ്ട, വിട്ടുള്ള. നിങ്ങൾ ഈ നീല ലൈൻ വരയ്ക്കണ്ട, ഈ ലൈൻ നിങ്ങൾ വരയ്ക്കണ്ട. ഓക്കെ ആണല്ലോ? ബാക്കിയൊക്കെ ഓക്കെ ആണല്ലോ? അത് നമുക്ക് പിന്നീട് പഠിക്കാം. കുറച്ചുകൂടെയൊക്കെ നിങ്ങൾ വലിയ കൊച്ചുങ്ങളായിട്ട് പഠിക്കാം. ശരി ശരി, അപ്പൊ ഇതുവരെ ഓക്കെ ആണല്ലോ? ഈ പ്ലാൻ വരയ്ക്കുന്നതിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. ക്ലിയർ ആണല്ലോ? കോമ്പൗണ്ട് വാളിന്റെ ക്ലിയർ ആയില്ല, ഒന്നുകൂടെ. കോമ്പൗണ്ട് തിക്നെസ് കോമ്പൗണ്ട് വാളിന്റെ തിക്നെസ് എത്ര നിങ്ങൾ പറ, മെഷർ ചെയ്യാൻ നോക്ക്. എത്രയാണ് കോമ്പൗണ്ട് വാളിന്റെ തിക്നെസ്? നേരത്തെ തന്നിട്ടുണ്ടായിരുന്നല്ലോ, എവിടെയോ പോയപ്പോ നമുക്ക് കിട്ടിയായിരുന്നല്ലോ. എന്നാലും ഞാൻ മെഷർ ചെയ്ത് തരാം. എത്രയാണെന്ന് നോക്കാം. എത്രയാ? 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ. അപ്പൊ 20 സെന്റിമീറ്റർ ഇട്ട് നിങ്ങൾ വരച്ചോളൂ. അപ്പൊ ഈ ഒരു PDF തരത്തുള്ളൂ. ഇത് നിങ്ങൾ ഇതേ കണക്ക് തന്നെ വരച്ചെടുക്കണം. ഇതാണ് നിങ്ങളുടെ ജോലി. എന്നിട്ട് ഇതിന്റെ സെന്റർ ലൈൻ വെച്ചിട്ട് B മാർക്ക് ചെയ്യണം, ഇത് മാർക്ക് ചെയ്യണം. ഇതൊക്കെ നമുക്ക് സ്ട്രക്ചറൽ ഡിസൈനിങ്ങിൽ നമുക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. അവിടെയൊക്കെ നമുക്ക് സെന്റർ ലൈൻ വെച്ചിട്ടായിരിക്കും നമ്മൾ കോളം ഫുട്ടീസ് ഒക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ മാത്രമേ നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷനൊക്കെ അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ സെക്ഷനാണ്. സെക്ഷന്റെ ഡീറ്റെയിൽസ് S6 എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പൊ S6 നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ സെക്ഷൻ. സെക്ഷനിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാം. അതുകൂടെ നമ്മൾ ഇന്ന് വരയ്ക്കണം. സെക്ഷനിൽ എന്തൊക്കെ വരയ്ക്കണം? സെക്ഷനിൽ എന്തൊക്കെ വരയ്ക്കണം? 7.5 സെന്റിമീറ്റർ. ആദ്യം നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കണം. ഈ ഒരു ലൈൻ വരയ്ക്കണം. ആ ലൈനിന്റെ പേരെന്താണ്? എലിവേറ്റഡ് സീറോ സിമ്പിൾ അല്ലെ? അവിടെ നിന്ന് 45 സെന്റിമീറ്റർ പൊക്കിയിട്ട്, അല്ല 55 സെന്റിമീറ്റർ പൊക്കിയിട്ട് ഒരു ലൈൻ കൂടെ വരയ്ക്കണം. ഓക്കെ, അതാണ് നമ്മുടെ എന്ത് ഫിനിഷ്ഡ് ലെവൽ. ഓക്കെ ആണല്ലോ? ഇനി അവിടെ നിന്ന് ദൈവരിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു 7.5 mm തിക്കാണ് സിമെന്റിന്റെ ഇത് കൊടുത്തേക്കുന്നത്, സ്പീഡിങ് കൊടുത്തേക്കുന്നത്. ആ ഒരു കാര്യം കനം കുറച്ചിട്ട് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് താഴോട്ട് നമ്മളൊരു സ്ക്രീഡിങ്ങിന് വേണ്ടിയിട്ട് കനം താത്തിട്ട്. അപ്പൊ ഇതിന്റെ ടൈൽസ് ഒക്കെ ഒട്ടിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ എസ്റ്റിമേഷനിലാണ് പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവര് കാർപ്പറ്റ് ആയിരിക്കും ഇടുന്നത്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ലെവല് ഇതുവരെ മാത്രമേ. അപ്പോൾ ഈ ഒരു ഹൈറ്റ് ഒരു 7.5 സെന്റിമീറ്റർ താത്തിട്ടാണ് നമ്മളൊരു ലൈൻ വരച്ച് ഫിനിഷ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ സെക്ഷന്റെ ഇത്രയും വരയ്ക്കാൻ അറിയാമല്ലോ. ഇനി നമ്മൾക്ക് നേരെ മുകളിലോട്ട് പോവാം. മുകളിലോട്ട് പോകുമ്പോൾ ഇവിടുന്ന് 2.80 എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കണം. വരച്ചിട്ട് അതിന്റെ മുകളിൽ നിന്ന് നമ്മളൊരു ബീം കൊടുക്കണം.
ബീം കൊടുക്കുമ്പോൾ അവരിവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ പുറത്ത് നമ്മൾ ഈ ഒരു ബീമും വരച്ചു വെച്ചാൽ ഈ സൈഡിൽ കാണുന്ന ഇത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഈ സാധനം എന്തിനാണ്? കോമ്പൗണ്ട് വാൾ അല്ലേ സർ? കോമ്പൗണ്ട് വാള്. വെരി ഗുഡ്. കോമ്പൗണ്ട് വാളാണ് ആ കാണുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് വാൾ അവിടെ വരച്ചു വെക്കണം. അപ്പൊ ഇതിന്റെ വിഡ്ത്ത് എത്രയെന്ന് മനസ്സിലായല്ലോ? 20 സെന്റിമീറ്റർ ആണ് വിഡ്ത്ത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് കുറച്ച് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സെക്ഷൻ വേണം. അത് നമ്മൾ സെക്ഷൻ മേലെ സ്ട്രക്ചറൽ ഡിസൈൻ വേണം. നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് 0.395 എന്ന് പറയുന്ന 40 തന്നെയാണ് കേട്ടോ. നമുക്കത് ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നതാണ്. 40 ആണ്. 40 സെന്റിമീറ്റർ എടുത്തോ. 40 സെന്റിമീറ്റർ ആണ് ഇവിടെ നിന്ന് താഴോട്ട്. ഇനി ഇതിന്റെ ഹൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ കൊച്ചുങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മെഷർ ചെയ്തെടുത്തോ. ഞാൻ മെഷർ ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് 0.20. ഇവിടെ നിന്ന് താഴോട്ടുള്ളതും ഇത്രയും നോക്കാം നമുക്ക്. അതും 0.20 തന്നെയാണ്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇതിന്റെ പുറത്ത് 3 ലെയർ ആയിട്ടാണ്, 3 അല്ല 3 ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്ക്. 20 mm തിക്ക് പ്ലാസ്റ്റർ. അപ്പൊ മുകളിൽ പ്ലാസ്റ്ററിങ് ഉണ്ട്. ഇതിന്റെ മുകളിൽ ആദ്യം ഇവരിവിടെ പ്ലാസ്റ്റർ ചെയ്യുന്നു. ആ പ്ലാസ്റ്റർ ചെയ്തതാണ് കാണുന്നത്. ഈ പ്ലാസ്റ്റർ ചെയ്തതിന്റെ മുകളിൽ ഇവരൊരു ഷീറ്റ് എടുത്തിട്ട് ഇതിങ്ങനെ വളച്ച് ഈ മുകളിലോട്ട് എടുക്കാം. അപ്പൊ നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോഴൊക്കെ ഈ ഷീറ്റിന്റെ ഹൈറ്റ് കണ്ട ഇതിങ്ങനെ മുകളിൽ കയറ്റി കൊണ്ടുവന്ന് പാരപ്പറ്റ് തുരന്ന് അതിന്റെ അകത്തോട്ട് കയറ്റി വെച്ചിരിക്കും. ആ ഷീറ്റിന്റെ ഹൈറ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ ആ 20 mm തിക്ക് അത് അടിയിലത്തെ പ്ലാസ്റ്ററിംഗ് ആണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ സ്ലാബ് വാർക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കോൺക്രീറ്റ് കൊടുക്കുന്നു. സ്ക്രീഡിങ് കൊടുക്കുന്നു. അതിന്റെ മുകളിൽ ബിറ്റുമിൻ പെയിന്റ് അടിക്കുന്നു. അതിന്റെ മുകളിൽ 4 mm തിക്ക് പോളിസ്റ്റർ വാട്ടർ പ്രൂഫ് മെംബ്രെയിൻ, അതാണ് നമ്മൾ കണ്ടത്. പിന്നീട് വന്നിട്ട് 16 mm റിജിഡ് ഇൻസുലേഷൻ. ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ചൂടൊന്നും താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസുലേറ്റർ, ഇതാണ് ആ ഇൻസുലേറ്റർ. ഈ ഇൻസുലേറ്റർ കൊടുക്കും. അപ്പൊ ചൂട് താഴോട്ട് പോകത്തില്ല. അതിന്റെ മുകളിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോൺക്രീറ്റിന്റെ ഒരു ഓട്, നമ്മുടെ ഓടൊക്കെ ഇല്ലേ, ഓട് ഇതില്ല, അതിന്റെ 40 mm, അപ്പൊ 4 ഇത് കനമുള്ള സെന്റിമീറ്റർ കനമുള്ള ഓട് നമ്മൾ അതിന്റെ പുറത്ത് അടുക്കും. പേവ് മെറ്റീരിയൽ ഇത്രയും കൂടെ ചേർന്നതാണ് ഇവരുടെ ഇതിന്റെ ടോപ്പ്. കണ്ടോ, ഈ ഹൈറ്റ് ഇത്രയും അത് വരും. അപ്പൊ ഇത്രയും കൂടെ ഹൈറ്റ് വേണം നമ്മുടെ എലിവേറ്റഡ് ഹൈറ്റ് ഫിക്സ് ചെയ്യാൻ. ക്ലിയർ ആയ? എലിവേറ്റഡ് ഹൈറ്റ് നമുക്ക് എത്രയാണ്? 3.30. അപ്പൊ അവിടെ നിന്ന് ഇത്രയും ഹൈറ്റുകൾ താത്തിട്ട് വേണം നമ്മൾ ഈ സ്ലാബ് മട്ടം ചെയ്യാൻ. അതിന്ന് അത്രയും താത്തിട്ട് പിന്നെ ഈ ബീമിന്റെ ഹൈറ്റ് കൂടെ കുറച്ച് വേണം നമ്മൾ കോൺ നോക്കാൻ. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറയും, ഇതൊന്ന് വായിച്ചിട്ട് പറയും. $20 mm തിക്ക് പ്ലാസ്റ്ററിങ്. അത് ഏതാണ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്? ഈ ബീമിന്റെ അടി പ്ലാസ്റ്റർ ചെയ്യുന്നതാണ്. ദെൻ അടുത്ത എന്താണ് പറഞ്ഞേക്കുന്നത്? നമുക്ക് സ്ട്രക്ചറൽ ഡിസൈൻ നമുക്ക് വരയ്ക്കുന്ന സമയത്ത് പഠിക്കാം. അടുത്തത് ബിറ്റുമിൻ പെയിന്റ്. അല്ലല്ല, സ്ലോപ്പ് ടു ഡ്രെയിൻ കോൺക്രീറ്റ് സ്ക്രീഡിങ് എന്ന് വെച്ചാൽ അവിടെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ പുറത്ത് ഈ വെള്ളം ഒഴുകി പോകാനായിട്ട് ഒരു സ്ക്രീഡിങ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ചിപ്സും അതുപോലെ ഇതും കൂടെ വെച്ചിട്ട് ചെറിയൊരു കനത്തിന് കോൺക്രീറ്റ് ചെയ്തിട്ട് കണ്ട. ആ കോൺക്രീറ്റ് ചെയ്താണ് കാണുന്നത്. കണ്ട, ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് എന്നിട്ട് അതിന്റെ പുറത്ത് ഒരു വാട്ടർ പ്രൂഫ് മെംബ്രെയിൻ വയ്ക്കും. കണ്ട, അതാണ് ഇതിനകത്തോട്ട്. അതിന്റെ മുകളിൽ ഇവരൊരു ഇൻസുലേറ്റർ വെക്കും, ചൂട് താഴോട്ട് വരാതിരിക്കാനായിട്ട്. അതിന്റെ പുറത്ത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് അവർ? എന്ത് കൊടുക്കുന്ന നോക്ക്. ഇതിന്റെ പുറത്ത് എന്ത് കൊടുത്തേക്കുന്നത്? ഇൻസുലേറ്റർ കൊടുത്തിട്ട് അതിന്റെ പുറത്ത് ഇവർ എന്ത് ചെയ്തേക്കുന്നത്? ഒരു കോൺക്രീറ്റിന്റെ ഒരു പേവ്മെന്റ് കൊടുക്കും. അതായത് നമ്മളെ തറയോടോ അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ പുറത്താണ്. അപ്പൊ ഒരാൾ വായിച്ച ഇത് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വായിക്കാം. ഇത് എല്ലാ റൂഫിലും മിക്കവാറും വരും കേട്ടോ. അതുകൊണ്ട് ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കാം. നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോഴും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. എന്തൊക്കെയുണ്ട് എസ്റ്റിമേറ്റിൽ? അപ്പോ 20 mm പ്ലാസ്റ്റർ ഉണ്ട്,
പിന്നെ RCC സ്ലാബ് ഉണ്ട്. ഉം. പിന്നെ ഒരു സ്ലോപ്പ് ഡ്രെയിൻ, ഒരു ഡ്രെയിൻ പോകാനായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് സ്പീഡ് ചെയ്തിട്ടുണ്ട്. ബിറ്റുമിൻ പെയിന്റ് ഉണ്ട്. 4 mm തിക്കിലൊരു പോളിസ്റ്റർ വാട്ടർ പ്രൂഫിംഗ് മെമ്പറൈൻ കൊടുത്തിട്ടുണ്ട്. 60 mm തിക്കിൽ റിജിഡ് ഇൻസ്റ്റലേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 400 ഒരു കോൺക്രീറ്റ് ഫൈബർ കൊടുത്തിട്ടുണ്ട്. ഒരാളോട് വായിക്കും, ഒരാളോട് ഇവിടെ നോക്കിയിട്ടൊന്ന് വായിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ സ്ഥലത്ത് നോക്കിയിട്ട് വായിക്കും. ഞാൻ അവരൊന്ന് തൊടുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് നോക്ക്. ഫസ്റ്റ് ഇതാണ്ട് ഇതിന്റെ അടി. അടിയിൽ ആദ്യം എന്ത്? 21 thick plaster. അടുത്തത് RCC slab as per structure drawings. അടുത്തത് Slope to drain concrete screed. അത് കഴിഞ്ഞ് പിന്നെ Bitumen paint. വിറ്റമിൻ പെയിന്റിംഗ് ആണോ? വിറ്റമിൻ പെയിന്റ്. അല്ല. അത് കഴിഞ്ഞ് അടുത്തെന്താ? 4 mm അതാണ് ഈ ഒരു സാധനം. എന്താണ് പറയാ? വിറ്റമിൻ ഷീറ്റ് അല്ലേ? സ്കിന്നിന്റെ ഷീറ്റാണ് അവർ വെച്ചത് അല്ലേ? എന്ത് ഷീറ്റാണത്? ഷീറ്റിന്റെ പേരെന്താണ്? 4 mm തിക്ക് പോളിസ്റ്റർ വാട്ടർ പ്രൂഫിംഗ്. അടുത്ത് 60 mm thick rigid insulation. Then 440 mm concrete paver. ഇതാണ് ഇനി അടുത്ത് വരുന്ന നമ്മളെ നാടും ഇവരുമായിട്ടുള്ള വ്യത്യാസം. നമ്മുടെ നാട്ടിലാണെങ്കിലോ ഒരു സ്ഥലം പ്ലാസ്റ്റർ ചെയ്തിട്ടങ്ങ് പോവുകയാണ്. അപ്പൊ ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ ഞാൻ 2 കാര്യങ്ങളാണ് നിങ്ങളെ പ്രധാനമായിട്ട് പഠിപ്പിച്ചത്. ഒന്ന് എലിവേറ്റഡ് ഹൈറ്റ് പഠിപ്പിച്ചു. 2 നിങ്ങൾ പുതുതായിട്ട് പഠിച്ച ഈ 2 ഉള്ളൂ. ഒന്ന് എലിവേറ്റഡ് ഹൈറ്റ് പഠിച്ചു. രണ്ടാമത് റൂഫ് സ്ലാബൊക്കെ വാർക്കുന്നതിന് മുമ്പ് ഇതിന്റെ പുറത്ത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇതുപോലെ തന്നെ ഇവർ ഫ്ലോറിലും എന്ത് ചെയ്യും? എന്തൊക്കെ ചെയ്യുന്ന പറയാം? ഫ്ലോറിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പോളിത്തീൻ ഷീറ്റ് ഇടുന്നുണ്ട്. അതിന്റെ മുകളിൽ RC സ്ലാബ് വരുന്നു. അതിന്റെ മുകളിൽ 75 mm സ്ക്രീഡ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ആ ഒരു പോളിത്തീൻ ഷീറ്റ് ഇടുന്ന എന്തിനെന്ന് വെച്ചാൽ വെള്ളം റൈസ് ചെയ്ത് കയറാതിരിക്കാനായിട്ട് മണ്ണിന്റെ പുറത്ത് പോളിത്തീൻ ഷീറ്റ് ഇട്ടിട്ട് ഇവരെന്ത് ചെയ്യുള്ളൂ? തറങ്ങും. ഓക്കെ, ക്ലിയർ ആയോ? ഇത് നമ്മുടെ നാട്ടിൽ ചെയ്യാറില്ല. അപ്പൊ എന്തൊക്കെയാണ് വ്യത്യാസം? ആ കൺസെഷനിലുള്ള വ്യത്യാസം നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കും. എന്തൊക്കെയാണ് ഇവിടുത്തെ കൺസെഷനിലുള്ള വ്യത്യാസം? ഒന്ന് എന്താണ്? RL കോമ്പൗണ്ട് വാളിനോട് ചേർത്ത് കെട്ടുന്നു. ഓക്കെ, വെരി ഗുഡ്. പക്ഷെ അതിനേക്കാളൊക്കെ ആദ്യത്തെ നിങ്ങൾ അതൊന്നും അല്ല തുടങ്ങേണ്ടത്. എന്താണ്? ലെവൽ 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. പറയുന്ന ലെവലിൽ മര്യാദയ്ക്ക് നിർത്തിക്കൊള്ളു. നമ്മളെവിടെയാണെങ്കിൽ ഒരു കട്ടയും കൂടെ വെച്ച് പൊക്കിക്കൊള്ളു. ഇവിടെ ആ പണി നടക്കും. ഓക്കെ, അതിന് അമിതമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതറിയാവുന്ന ഒരുത്തന് മാത്രമേ ഈ എസ്റ്റിമേറ്റ് എടുക്കാനും കൺസെഷൻ നടത്താനും പറ്റൂ. വ്യക്തമല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ അടുത്ത എന്താണ് വ്യത്യാസം? അടുത്തെന്ത് വ്യത്യാസം? ഈ ഒരു സാധനം തന്നെ വ്യത്യാസം. എന്താണ് ഒന്നുകൂടെ വായിച്ചോ. റൂഫ് സ്ലാബ് വാർത്തു കഴിഞ്ഞാൽ ഇത്രയും ഐറ്റത്തിന്റെ എസ്റ്റിമേറ്റ് നിങ്ങൾ കൃത്യമായി കൊടുത്തിരിക്കണം. ഓക്കെയാണോ? അതുപോലെ ഫ്ലോർ ചെയ്യുന്ന സമയത്തും ഇത്രയും ഐറ്റംസ് വരുമെന്ന് നിങ്ങൾ ഇതൊക്കെ നമുക്ക് എക്സൽ ഷീറ്റിലുണ്ട്. നമുക്ക് ഒരിക്കൽ ചെയ്താൽ മതി. എങ്കിലും ഇതെന്താണെന്ന് നിങ്ങൾ അപ്പൊ ഇനി നിങ്ങൾക്ക് പറയാം ഇത് എത്രയും വരയ്ക്കാമല്ലോ അല്ലേ? വരച്ചൂടെ? പാരപ്പറ്റ് എന്ത് എളുപ്പമുണ്ട്? പാരപ്പറ്റും ഇതേ കണക്കങ്ങ് പൊക്കി കൊണ്ടുപോയാണ്. നമ്മളിവിടെ വരയ്ക്കുന്ന കണക്ക് മണ്ണിന്റെ അടിയിലോട്ടൊന്നും നിങ്ങൾ വരച്ചു വെക്കണം. എലിവേറ്റഡ് ഹൈറ്റിന്റെ മുകളിലോട്ടുള്ളതൊന്നും മാത്രം വരച്ചാൽ മതി. താഴോട്ടുള്ളതൊന്നും നിങ്ങൾ വരയ്ക്കേണ്ട കാര്യം. അത് സ്ട്രക്ചറൽ ഡിസൈനിങ്ങിലോ അല്ലെങ്കിൽ ബാക്കി ഡിസൈൻസിലോ ആണ് തരും. നമ്മുടെ ഇവിടുത്തെ സെക്ഷൻ ഇങ്ങനെയാണ്.
അല്ല. ഇനി അതിനേക്കാൾ എത്രയോ ഈസിയാണ് നിങ്ങൾ എലിവേഷൻ നോക്കിയത്. ആകെ 4 വരെയോ. എലിവേഷൻ എന്തൊക്കെ ഉണ്ടെന്ന് പറയാം. പറയട്ടെ, എലിവേഷൻ എന്തൊക്കെ ഉണ്ടെന്ന് പറയാം. എലവേറ്റഡ് ഹൈറ്റ് ഡോറും വിൻഡോയും, ഡോറുണ്ട്, വിൻഡോ ഉണ്ട്. ഉം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. കോമ്പൗണ്ട് ഉണ്ട്, ഡോറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി നോക്ക്, സൈഡ് വ്യൂ എന്തൊക്കെ ഉണ്ട്. 2 ചതുരം വരച്ചപ്പോ എലിവേഷൻ തീർന്നു. നമ്മളവിടുത്തെ എലിവേഷൻ ഇങ്ങനെയാണോ? ആണോ? അല്ല. ഇപ്പൊ ഏതാ ഈസി? ഏത് ഷിഫ്റ്റിനാ ഈസി? അവിടുത്തെ എളുപ്പം സാർ. ഇവിടുത്തെ ഇത്രയേ ഉള്ളൂ. ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകതയും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെ ഭയങ്കര പേടിയായിട്ട്. പക്ഷെ ഇതിനോട് അടുത്ത് കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഉണ്ടോ? സെക്ഷൻ ഇതിന്റെ പ്ലാൻ നമ്മൾ നോക്കി, പ്ലാൻ വല്ലതും ഉണ്ടാ? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്രയും വേണമുള്ള, എത്ര ജനലുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്തുണ്ടാവും. ഇത് വല്ലതും എഴുതണോ? ഉണ്ടാ? അല്ല, വലിയ ബിൽഡിംഗ് വരുമ്പോ ഇതുപോലെ കാണത്തില്ല സാർ. ഒന്നുമില്ല അല്ലെ? അടുത്തെന്താണ്? സെക്ഷൻ. ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടാ? കൂടുതലുണ്ടാ? നിങ്ങൾ നാട്ടിൽ വരയ്ക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോ ഉണ്ടാ? ഇല്ല ഇല്ല. ഇപ്പൊ നിങ്ങൾ പറയും അത് സാറേ വലുതിലോട്ട് ചെല്ലുമ്പോ അറിയാം. നിങ്ങളിപ്പോ കൊച്ചിനെ നോക്കിയാൽ മതി. കൊച്ചിനെ നോക്കുമ്പോ ഒന്നും ഇല്ലെങ്കിൽ വലുത് നോക്കുമ്പോഴും ഒന്നുമില്ല, ഒന്നും കാണത്തില്ല. ഇതുപോലെ തന്നെയാണ് ഇനി എസ്റ്റിമേറ്റിലേക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ എഴുതി തരണം. ഇല്ലെങ്കിൽ എന്ത്, ഇപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് വരയ്ക്കാവുന്നല്ലേ ഉള്ളൂ. പല പാടുമുണ്ട്. ഉണ്ടാണേ. അപ്പൊ ഇതുപോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് ഇനി ക്ലാസ്സിൽ ഇരിക്കുന്നെങ്കിൽ എഴുതാക്കി തരണം. എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് ഇതൊന്നും കണ്ടിട്ട് എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അത് സാറ് എനിക്ക് ഇനി എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞു തന്നിട്ടുള്ളതാണ്? സാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആദ്യമേ പറയാം, എഴുതി തരണം. ഇല്ലെങ്കിൽ ഇതേ കണക്കായി പോവും. അവസാനം നിങ്ങൾ ചോദിക്കും, എന്താണ് സാറേ ഇതിപ്പോ ഇത്രയൊക്കെ ഉള്ള പ്ലാൻ നോക്ക്, ആകെ ഇത്രയും വരെ വരയ്ക്കുമ്പോൾ പ്ലാൻ തീർന്നു. സെക്ഷൻ നോക്ക്, ഇത്രയും 4 വരെ വരയ്ക്കുമ്പോൾ സെക്ഷൻ തീർന്നു. എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സൈഡ് വ്യൂ എന്ന് വെച്ചാൽ 2 വര 4 വര 2 ചതുരം വരച്ച് വയ്ക്കുമ്പോൾ സൈഡ് വ്യൂ തീർന്നു അല്ലേ? ഒന്നും ഉണ്ടാത്തേ ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ സൈഡ് വ്യൂവിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഈ ഒരു ചതുരം വരയ്ക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. ഷിഫിന പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെ വരയ്ക്കും? ആദ്യം എത്ര ലൈൻ വരയ്ക്കും? 0 ലൈൻ വരയ്ക്കും. ദെൻ അടുത്തത് ഡോട്ടർ ലൈൻ എത്രയില്ല? 15 അല്ലേ? ഇനി ഈ ലൈൻ എത്രയില്ല നിങ്ങൾക്ക് പറയാമോ? ഈ ലൈൻ എത്രയില്ല? അതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ലൈൻ എത്രയില്ല? ശരിക്കും അവിടെ നല്ല എടുക്കേണ്ടത്, ആ ലൈൻ അവിടെ നല്ല എടുക്കേണ്ടത്. നമ്മുടെ എലിവേറ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ എടുക്കണം. എത്രയാണ്? ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? ഈ സാധനം എന്തിനാണ്? ഈ 2 ലൈൻ ആർക്കെങ്കിലും പറയാമോ? ഈ 2 ലൈൻ വെരി ഗുഡ്. ഏതാണ്? കോമ്പൗണ്ട്. ഓക്കെ. പിന്നെ ഇതെന്തിനാണ്? ഇതെന്തിന്റെ ലൈനാണ്? പാരപ്പറ്റ്. ഇനി ഇതിന്റെ വീതി ഇവരിവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 9 മീറ്റർ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇത് ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പക്ഷെ അത് ഇതിന്റെ സെന്റർ ലൈനാണ്. ഔട്ടർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അതിനോട് 10 സെന്റ് കൂടെ കൂട്ടുമ്പോൾ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെന്ന് കിട്ടും? പ്ലാൻ എന്ന് നമുക്ക് അതിന്റെ സൈഡ് വ്യൂ അല്ലേ നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പ്ലാൻ എന്ന് പ്രൊജക്ട് ചെയ്താൽ പോരെ? പ്ലാൻ എന്ന് റേ വരച്ചാൽ നമുക്ക് ഇത് കിട്ടുമല്ലോ, സൈഡ് വ്യൂ കിട്ടുമല്ലോ. എലിവേഷൻ തന്നെയാണല്ലോ സൈഡ് വ്യൂ. ബാക്ക് അല്ല, റിയർ വ്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ബാക്ക് വ്യൂ ആണ്. ഇവിടെയും ഈ വ്യൂ ആണ്. ഈ വ്യൂ നമുക്ക് എങ്ങനെ കിട്ടും? കിട്ടും. അപ്പൊ അതാണ് ഈ ഒരു പ്രൊജക്ഷൻ ആണ് അവരിവിടെ തന്നേക്കുന്നത്. കോമ്പൗണ്ട് വാളിന്റെ ഹൈറ്റ് ഇതാണ് അവരിവിടെ തന്നേക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ഇതിന്റെ ഇത്രയും PDF ഞാനിപ്പോ ഇന്ന് ഇട്ടുതരാം നിങ്ങൾക്ക്. ആതിര ഉണ്ടാ? ആതിര? ഉണ്ട് സർ. ഇവർക്ക് ദാണ്ട ഇത്രയും ഒരു PDF ഇട്ട് കൊടുക്കണം.
ഓക്കെ സർ. ഇത്രയും PDF ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവര് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇതേ കണക്ക് തന്നെ പകർത്തിയെടുക്കണം. ഓക്കെ. ദെൻ അടുത്ത് പിന്നെ ഏത് നോക്കണം? അടുത്ത് പിന്നെ ഇത് ഇത്ര മതി. ഇത് മതി വേറെ കുഴപ്പമില്ല. ഇത് മാത്രം കൊടുത്താൽ മതി. ഇതിന്റെ ഒരു കോപ്പി കൂടെ കൊടുത്തരും. അതാണ്ട് ഇതിന്റെ ഒരു ഔട്ടർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അതാണ്ട് ഇതിന്റെ ഒരു കോപ്പി. ഇത്രയും മാത്രം. ആ ബ്ലോക്ക് മാത്രമാണോ സർ? ആ ബ്ലോക്ക് മാത്രം. ഈ ഒരു ബ്ലോക്ക് മാത്രം നിങ്ങൾ ഈ ഒരു ബ്ലോക്കാണ് ഇത്രയും സ്ഥലം മാത്രം വരച്ചത്. ഇത് സൈഡ് പ്ലാൻ ആയിട്ട് നിങ്ങൾ വരച്ചിട്ടാ. എന്നിട്ട് ഈ സൈഡ് പ്ലാൻ നമുക്ക് എല്ലാം കൂടെ പിന്നീട് ഒന്നിപ്പിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് വരച്ച് നാളെ ക്ലാസ്സിന് മുമ്പ് സബ്മിറ്റ് ചെയ്യണം. അതിനാൽ ഈ വക കാര്യങ്ങളിലൊക്കെ സ്ട്രിക്റ്റ് ആയിരിക്കണം. ഇതെല്ലാം നിങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് ഇതൊന്ന് വരച്ചിട്ടേ കിടക്കാം. ഇനി അഥവാ പറ്റാതെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസ് സമയം വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത്രയും ഡേറ്റ് കൂടെ നീട്ടിത്തരാം. പക്ഷെ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഇല്ല. ഇനിയിപ്പോ തിങ്കളാഴ്ചയേ ഉള്ളൂ ക്ലാസ്. തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് എനിക്കിതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചിട്ട് പേഴ്സണലായിട്ട് അയച്ചിട്ട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. പക്ഷെ തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഫിനിഷ് ചെയ്ത് വയ്ക്കണം. ഇത് കഴിഞ്ഞാൽ ഈ വലിയ ഡ്രോയിങ് ഒക്കെ അങ്ങനെ നിങ്ങൾ പോയാൽ മാത്രമേ നിങ്ങൾക്കിത് ആ പറയുന്ന ഡേറ്റിൽ തീരത്തു. ഏതെങ്കിലും ഒന്ന് പെൻഡിങ് വന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പറയുന്നത് പോലെ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പിടിയിട്ടാണ്. അപ്പൊ ഡ്രോയിങ് പഠിച്ചാൽ ഗ്രൂപ്പിലാണോ അയക്കേണ്ടത്? എന്താണ് കേട്ടില്ല? ചെയ്തിട്ട് ഗ്രൂപ്പിലാണോ അയക്കേണ്ടത്? എനിക്ക് ഡ്രോയിങ് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ അയക്കണോ? പറഞ്ഞു. ശിവനെ ഒന്ന് പറഞ്ഞേ. കേട്ടില്ല. ഹലോ സാർ എന്താ പറഞ്ഞ കേട്ടില്ല. അല്ല, എന്താണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ആരാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഇത് നമ്മള് ഡ്രോയിങ് ചെയ്തിട്ട് അയക്കണോന്ന് ചോദിച്ചാൽ, ഗ്രൂപ്പിൽ അയക്കണോന്ന്. തീർച്ചയായും ഗ്രൂപ്പിൽ അയക്കണോ അതോ? ഗ്രൂപ്പിലും അയക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ടും അയക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം അയച്ചാൽ മതി. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് വരയ്ക്കേണ്ടത്? ഈ ഒരു സൈഡ് പ്ലാന്റെ കാര്യങ്ങൾ വരയ്ക്കണം. ഇത്രയും പോയിന്റ് മാത്രം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ എടുത്തിട്ട് അവസാനം ഒന്നിപ്പിക്കാം. ഈ സൈഡ് പ്ലാന്റെ ഇത്രയും ഡീറ്റെയിൽസ്. ഓക്കെ ആണല്ലോ. രണ്ടാമത് ഇതും വരയ്ക്കാം. ഈ ചതുരത്തിനുള്ള ഇത്രയും കാര്യങ്ങൾ വരച്ചു. അപ്പൊ ഇനി നമുക്ക് തിങ്കളാഴ്ച രാവിലെ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ അല്ല, സോറി, നമുക്ക് 8 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ നമുക്ക് കുറേ ടൈം പോയത് കൊണ്ടാണ് എനിക്ക് പിന്നെ ഇതിപ്പോൾ നീട്ടിയെടുക്കേണ്ടി വന്നത്. ആ ടൈം നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. അതുപോലെ ഒരു ക്ലാസ് പോലും പെൻഡിങ് ആക്കാതെ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം. അതിന്റെ ഒരു കാരണമുണ്ട്. ഞാൻ ഡെയിലി 1 hour ആണോ സാർ ഇപ്പൊ ക്ലാസ്? 1 hour ആണോ? 1 hour ആണോ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് കൊണ്ടുപോകാം. ഈ 2 മാസം കഴിയുന്നതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഫിനിഷ് ചെയ്യാവുന്നത്. പക്ഷെ ഞാൻ തരുന്ന അസൈൻമെന്റുകൾ കൃത്യമായിട്ട് ചെയ്യണം. ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പുതിയൊരു മജ്‌ലിസിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, രാജധാനി കൺസ്ട്രക്ഷന്റെ വർക്ക് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് എടുത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആർക്കെങ്കിലും അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ആതിരയുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ആതിര പറഞ്ഞു എങ്ങനെയാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഒരു രാജധാനി കൺസ്ട്രക്ഷന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെന്നിട്ട് കാര്യമൊന്നുമില്ല. അവരവിടെ ഇത് വെരിഫൈ ചെയ്യും. അപ്പൊ ഇതുകൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പോകും. ഓക്കെ. അപ്പൊ ഇത് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. പറഞ്ഞോളൂ, ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ.
ഷിഫിന Okay. ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിന് പ്രശ്നം മെസ്സേജ് അയക്കാം. എല്ലാം ഓക്കെ ആണ്. അടുത്ത ആള് ഓക്കെ ആണോ? Okay ആണ് സർ. ഓക്കെ സർ. ആശംസ ഓക്കെ ആണ് അല്ലേ? എല്ലാവരും ഓക്കെ ആണല്ലോ? Okay ആണ് സർ. ഓക്കെയാണ് സർ. ആ ശരി ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് തരാം, നിങ്ങളൊരു ഇത് എഴുതി അയക്കണം. നിങ്ങൾക്ക് എന്താണ് ഇനിയിപ്പോൾ ഈ ഓഡിയോ ഡ്രോയിങ്ങിലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സാറ് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഇതൊക്കെ പഠിക്കാൻ പോകുന്നത്. എസ്റ്റിമേറ്റ് ആയാലും കാര്യങ്ങളായാലും എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ എന്ന് തന്നെ എഴുതി നിങ്ങൾ അയച്ചിരിക്കണം. അതിനുശേഷം എൻ്റെ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു എഴുതണം, ഇതല്ല എനിക്കിപ്പോൾ അറിയാം. ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ അവസാനം പിന്നെ എൻ്റെ ക്ലാസ്സിൻ്റെ ആവശ്യമില്ലായിരുന്നെന്ന് പലരും പറയും. ഓക്കെ 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 സർ. ശരി ഓക്കെ താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ സർ, താങ്ക് യു. Thank you sir.